നമസ്തേ. ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. മാതൃഭൂമിയെ നിരാകരിക്കലോ നവോത്ഥാനം? ദേശീയതയെയും ദേശീയതയുടെ പ്രതീകങ്ങളെയും അവഹേളിക്കുന്നത് തുടരുകയാണ്. ഇടത് വലതു മുന്നണികൾ ഭാരതാംബയെ അവഹേളിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ ലക്ഷ്യമിട്ടെന്ന് സംശയലേശമന്യേ ഉറപ്പിക്കാം. ഭാരതാംബയെ പൂജിക്കണം എന്ന് ഗവർണർ പറയുമ്പോൾ അതിൽ വർഗീയത കാണുന്നതെന്തിന്? ഭാരതാംബ സങ്കല്പം ഈ നാടിൻ്റെ സംസ്കൃതിയോടും ചരിത്രത്തോടും ചേർന്ന് നിൽക്കുന്നതാണെന്ന സത്യം മൂടിവെക്കപ്പെടുകയാണ്. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടക്കുന്ന നീക്കങ്ങൾ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ, റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി ഡോക്ടർ നുസ്രത്ത് ജഹാൻ എന്നിവരാണ്. ആദ്യം ഡോക്ടർ നുസ്രത്ത് ജഹാനിലേക്കാണ് പോകുന്നത്. ഡോക്ടർ നുസ്രത്ത് ജഹാൻ, ഈ ഭാരതാംബ സങ്കല്പം എന്ന് പറയുന്നത്, ഭാരതാംബ എന്ന പ്രതീകത്തെ ഭാരതത്തിൽ ഉപയോഗിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് ആയിരം വർഷത്തോളം, അത്രത്തോളം പുറകോട്ട് പോകേണ്ട ഒന്നാണ്. അപ്പോൾ ഈ വിവാദം ഇത്തരത്തിൽ ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഭാരതാമ്മ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഒരു കൊച്ചുകുട്ടി മുതൽ ഏത് മുതിർന്ന ആള് വരെയുള്ള നിഷ്കളങ്കമായ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിൽ ഭാരതത്തിനെ പറ്റിയിട്ടുള്ള ഒരു ദേശീയ സങ്കല്പത്തിന്. അതിനെ എതിർക്കാൻ മാത്രം എന്താന്നുള്ളത് തന്നെ ശരിക്കും നമ്മൾ അന്തിച്ചു പോകും. കാരണം ഭാരതാമ്മ ഇപ്പൊ ഈ BJP വന്നപ്പോ ഉണ്ടായതല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഭാരതാമ്മയായിട്ടുള്ള ഒരു ഡാൻസിന് എന്നെയായിരുന്നു സെലക്ട് ചെയ്ത് ഭാരതാമ്മയായിട്ട്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ. അപ്പോ അത്ര കാലം മുമ്പ് ഭാരതാമ്മയും ബാക്കിയുള്ള സ്റ്റേറ്റുകളും ഉള്ള ഒരു ഡാൻസ് ആയിരുന്നു അത്. അപ്പോ ഇത് അത്രയും മുമ്പേ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ അന്നൊന്നും ഇവിടെ പിന്നെ BJP സർക്കാരൊന്നുമില്ല. അപ്പൊ ഈ ഒരു സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മളെ ഭാരതം എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ, അവര് സമ്മതിച്ച് തന്നിട്ടില്ലെങ്കിലും നമ്മൾക്ക് പറയാനുള്ളത് ഈ ഭാരതം ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത് ഈ ദേശത്തിന്റെ കൾച്ചറാണ്. അതിനുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ ഭാരതാമ്മയ്ക്ക് കൊടുത്തത്. ആ ഭാരതാമ്മയെ പിടിച്ച കൊടിയാണ് ഇവരെ പ്രശ്നമെങ്കിൽ കാവിക്കൊടി. ആ കാവിന്റെ ശക്തി എന്താണ്? കാവി ഇട്ടാല് ഡ്രസ്സ് ഇട്ടാൽ പോലും എതിർപ്പ് പറയണ ഇവരെ എന്ത് വിളിക്കണം എന്ന് എനിക്കറിയില്ല. ഈ കാവി ഡ്രസ്സ് ഇട്ട ഭാരതാമ്മ ആയിരുന്നില്ല. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഉണ്ടായ ഈ ഭാരതാമ്മയ്ക്ക് കാവി സാരിയായിരുന്നു ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗോഡസിന്റെ ഒരു ഡിവൈൻ സ്പിരിച്വാലിറ്റിന്റെ ഒരു മുഖം കൂടി കൊടുത്ത് ഗോഡസ് ദുർഗ എന്നുള്ള ഒരിത്. ഭാരതം പറയുന്നത് നമ്മൾ മദർലാൻഡ് ആയിട്ട് കാണുന്ന ഓരോ രാഷ്ട്രങ്ങളും അത് ആദ്യം ഇവരൊക്കെ പഠിക്കണം. ഇവർക്ക് എല്ലാം അറിയാവുന്ന പറയണ ഇവർ പഠിക്കേണ്ട മദർലാൻഡ് ഫാദർലാൻഡ് പറയുന്ന ഒരു ദേശത്തിന് എല്ലാം ഒരു സങ്കല്പല്ലേ. ഇപ്പൊ ഇവര് പറയണ ഇപ്പൊ മതങ്ങളെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇവര് പറയണ ബിലീഫാണ്. ബിലീഫ് എന്ന് പറഞ്ഞാലും സങ്കല്പമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ബിലീഫല്ല, എന്റെ മനസ്സിലെ ഉറച്ച ഒരു സത്യമാണ് ദൈവം പറയണത്. കാരണം എന്റെ മനസ്സിന്റെ ദൈവം, എന്റെ രാഷ്ട്രം, അതൊക്കെ എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം എന്നല്ല പറയണത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പത്തിന് മാത്രമാണ്, നമ്മൾ ഉറപ്പിച്ചു പറയണ സത്യത്തിനെയാണ്. അതേപോലെ ഒരു സത്യത്തിന്റെ രൂപത്തിനെയല്ലേ ഈ ഭാരതാമ്മയുടെ നമ്മൾ പിന്നെ രാഷ്ട്രം ഉദ്ദേശിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് തന്നെ ഇതിനൊരു പ്രത്യേകതയായിട്ട് അതിന് കൊടുത്തിട്ടില്ലേ? ഇന്ന് മാത്രം എന്താ എല്ലാം മട്ടിമറിച്ചത്? ഒരു നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ വന്നോടുകൂടി കാവി കളറിന് പ്രശ്നം, അമ്പലങ്ങൾക്ക് പ്രശ്നം, പൊട്ടിന് പ്രശ്നം, രാമന് പ്രശ്നം. രാമനെ കണ്ടിട്ടേ ഇല്ലാത്തവരിയ്ക്കുന്ന കേരളത്തിലാ. രാമനെ കേട്ടിട്ട് പോലും ഇല്ലാത്ത അവന്റെ പുസ്തകമാണ് പിന്നെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത്. രാമൻ എന്നുള്ള സങ്കല്പം ഞാൻ പണ്ടേ പറയുന്നുണ്ട്. രാമൻ എന്നുള്ള സങ്കല്പം ഇല്ലാത്ത എന്തെങ്കിലും ഭാരതത്തിന് ഉണ്ടായിട്ടുണ്ടോ? അഖണ്ഡ ഭാരതം ഈ സങ്കല്പത്തിലൂടെ തന്നെയല്ലേ നമ്മൾ വന്നിട്ടുള്ളത്, രാഷ്ട്രം വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഭാരതാമ്മയുടെ ഫോട്ടോ കണ്ട് ഇവര് പൂജിക്കേണ്ട.
ഇവരിപ്പോ അവിടെ കണ്ട അതെങ്ങനെ ഹിന്ദു സങ്കല്പാണെന്ന് ആക്കുന്നത്? ഇവരെങ്ങനെയാ അപ്പം മുജാഹിദ് സമ്മേളനത്തിൽ SDPI സമ്മേളനത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ ദുആ തുടങ്ങിയിട്ടാണല്ലോ ഈ സമ്മേളനങ്ങളൊക്കെ തുടങ്ങുന്നത്. എന്താ തിരിച്ചു വരാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാർ അവിടുന്ന്? ഞാൻ ചോദിക്കട്ടെ, സൗദി എയർലൈൻസ് ഫ്ലൈറ്റിന്റെ കാര്യം എടുക്കുക. സൗദി എയർലൈൻസ്, ഖത്തർ എയർവേസ്, ഒമാൻ എയർ ഒക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സുബ്ഹാന അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ തുടങ്ങിയിട്ടുള്ള പ്രയർ കൊണ്ടാ തുടങ്ങുന്നത്. എന്തുകൊണ്ട് ഇവര് മുസ്ലിമിന്റെ പ്രയർ തുടങ്ങണോടത്ത് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല പറഞ്ഞ ആരും വരാത്ത? ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ വെച്ചിട്ട് ആ സദസ്സിനെയും ആ വ്യക്തിത്വത്തിനെയും അതുപോലെ നമ്മളെ പ്രോട്ടോകോളിനെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു വലിയ കൾച്ചറാണ്. അത് തന്നെയാണ് ഈ ഭാരതം പഠിപ്പിക്കുന്നത്. നമ്മൾ ഋഷിവര്യന്മാരിന്ന് വന്ന നമ്മളുടെ ഓരോ ആചാര്യങ്ങളും പഠിച്ചു വന്ന ആചാര്യന്മാരിൽ നിന്ന് കേട്ട് പഠിച്ചത് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭാരത സംസ്കാരം. അത് തന്നെയാണ് ഇവരെ ചെയ്യേണ്ടത്. ഗവർണർ എന്നുള്ള ഒരു പദവിന്റെ അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് വരിക. ഭരണഘടന എന്ന് പറയുമ്പോ ഇവര് പറയണ്ടേ ഇനിയിപ്പോ ഭരണഘടന എന്താ സ്കൂളില് എന്തോ 10ാം ക്ലാസ്സില് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കണം, ഭരണഘടന. അപ്പൊ ഈ വിദ്യാഭ്യാസ മന്ത്രി, ഞാൻ ചോദിക്കട്ടെ, ഈ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടല്ലേ ഒരു ഫോട്ടോ ഉണ്ട്, നിയമസഭയിൽ ഇതാ മുണ്ടും മൊക്കി എടുത്തിട്ട് പോണ ഈ ഫോട്ടോ കണ്ടതും നമ്മൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? അതാണ് സംസ്കാരത്തിന്റെ. ആ സംസ്കാരത്തിനെയാണ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ മൂത്തവരെ അല്ലെങ്കിൽ നമ്മൾ ഐതിഹ്യമായിട്ട് തങ്ങൾ സങ്കല്പിക്കുന്ന, അല്ലെ ഒന്നുമില്ലെങ്കിൽ എന്റെ ദൈവത്തിന് എന്റെ മനസ്സിൽ സങ്കല്പിക്കുന്ന ആ വിശ്വാസങ്ങളെ തകർക്കേണ്ട ആവശ്യമില്ല. RSS മാത്രമുള്ളതല്ല ഭാരത് മാതാ ഈ ഇന്ത്യയിലെ മൊത്തം, ഇന്ത്യയല്ല അഖണ്ഡ ഭാരതത്തിന് തന്നെ ഉണ്ടായത്. വാരാണസിയിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ഭാരത് മാതാ ടെമ്പിൾ ഉണ്ട്. അത് ഉദ്ഘാടനം ചെയ്ത ആരാ അറിയോ? ഗാന്ധിജി. അപ്പൊ ഒരു ഭാരത് മാതാ ടെമ്പിൾ ഒപ്പം നെഹ്റുവും ഉണ്ടായിരുന്നു. നെഹ്റു ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സങ്കല്പത്തിന് നമ്മൾക്ക് മനസ്സിലേക്ക് ആരാധിക്കാൻ, എന്തുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ ആരാധിച്ചൂടാ? പണ്ടുള്ള നമ്മൾ കലിയുഗത്തിലേക്ക് പോകുന്നു പറയണോ? ഞാൻ പറയണോ കാട്ടിലെ യുഗത്തിലേക്ക് പോകുന്നു പറയണവർക്ക് തന്നെ ബുദ്ധി ഉണ്ടായിരുന്നേ. ഒരു ഭരണഘടന അനുസരിക്കേണ്ട സ്ഥലത്ത് ചാടി കയറി താടി ഉണ്ടാക്കുക, അവിടെ ബഹളം വെക്കുക, വേണ്ടാത്ത വർത്താനം പറയുക, ഇതൊന്നും നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ യുദ്ധം ചെയ്യണ പറയുന്നത് എന്ത് സംസ്കാരം? നമ്മൾ അത്രയ്ക്കും ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് നമ്മളൊരു യുദ്ധത്തിന് നമ്മൾ തയ്യാറായത്. അത് ഭാരതത്തിന്റെ സംസ്കാരവും ധർമ്മവും എന്നും നിലകൊണ്ടിരുന്ന് അത് അന്ന് കാലം തൊട്ട് ഭാരതം എന്നുള്ള പേര് തന്നെ ഭാരതത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വരുന്ന ആ പേരിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് വെക്കുമ്പോ RSS ആവണം? RSS ആയാൽ കുഴപ്പമില്ല. ഞാൻ പറയണു RSSന്റെ സങ്കല്പം രാഷ്ട്രം എന്നല്ലാതെ ഞാനൊന്നും കേട്ടിട്ടില്ല. നമ്മൾ അവരുടെ ഗണഗീതങ്ങളും മറ്റതും ഇവരെ എല്ലാം കേൾക്കുമ്പോ, നമ്മൾ ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരെ പാട്ട് കേൾക്കുമ്പോ അത് നമ്മൾ ആവേശത്തോടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു എഴുതിയ ആൾക്കാര്. പക്ഷെ ഗണഗീതങ്ങൾ RSSന്റെ കേൾക്കുമ്പോ അത് രാഷ്ട്രത്തിന് മാത്രമേ ഉള്ളൂ, ഒരു രാഷ്ട്രഭക്തിയാണ്, ദേശഭക്തിയാണ് അതിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ദേശഭക്തിയുടെ ഒരു ഭാഗമായിട്ട് ഭാരതാമ്മയെ ഇവര് ഓരോ RSSകാരനും അത് പൂജിക്കൂ. അത് പറയണതിന് കുറവൊന്നുമില്ല. എന്തായാലും കൊല്ലാനല്ലല്ലോ പറയണ ആരെയും. RSS അല്ലാത്തവരെ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ നുസ്രത്ത് ജഹാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, ഓരോ രാജ്യത്തിനും ഓരോ ദേശീയതയുണ്ട്, ഓരോ സംസ്കാരമുണ്ട്. ഈ സൗദി എയർലൈൻസിന്റെ കാര്യമൊക്കെ നുസ്രത്ത് ജഹാൻ പങ്കിടുകയുണ്ടായി. അതായത് നമ്മുടെ ഭാരതാംബ സങ്കല്പം എന്ന് പറയുന്നത് 1947 തുടങ്ങുന്നതല്ല. അതിനു മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒന്നാണ് ഭാരതാംബ എന്ന് പറയുന്നത്. ജനിച്ച ആ മണ്ണിനെ അമ്മയായി കാണുന്ന വലിയ സങ്കല്പം, ആ സങ്കല്പം നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി ഉള്ള ഒരു സങ്കല്പമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതാംബ എന്ന ഒരു സങ്കല്പവും കടന്നു വരുന്നത്. ഇതിനെ എന്തിനാണ് ഇങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയമായി എതിർക്കുകയും വലിയ പോർമുഖങ്ങൾ തുറക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത്? ഡോക്ടർ ജോർജ് പൊടിപ്പാറ. നിലിമ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ? ഈ ഭാരതാംബ സങ്കല്പം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു സങ്കല്പമാണ്, വളരെ കാൽപ്പനികമായൊരു സങ്കല്പമാണ്. ഒരു ദേശീയതയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യക്കാരെ ആവേശം കൊള്ളിക്കുന്ന, ഇന്ത്യക്കാരുടെ മനസ്സിൽ വല്ലാത്ത ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു ഇത് സൃഷ്ടിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഭാരതാംബ.
നമ്മൾ ചെറുപ്പം മുതലേ കുട്ടിക്കാലം മുതലേ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ തന്നെ കൊച്ചു ക്ലാസ്സുകൾ മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം. അത് നമ്മൾ അറിയാതെ തന്നെ ഒരു വൈകാരികത സൃഷ്ടിക്കുന്നുണ്ട്. ഈ രാഷ്ട്രത്തെ സ്നേഹിക്കാൻ, ഈ രാഷ്ട്രത്തെ ഒരു സ്ത്രൈണ സങ്കല്പമാണ്. ഈ സ്ത്രൈണ സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മളൊരു പുരുഷ സങ്കല്പം അല്ലെങ്കിൽ കുറച്ചുകൂടി പൗരുഷ രൂപമായിട്ടുള്ള ആണെങ്കിൽ അതിനകത്ത് നമ്മൾ കാണുന്ന കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള കുറെ കൂടി കാഠിന്യമുള്ള സ്വഭാവ വിശേഷങ്ങളാണ്. ധൈര്യം, അതുപോലെ തന്നെ പരാക്രമം, സാഹസികത, അതുപോലെ തന്നെ വീരശൂര പരാക്രമികൾ. അതാണ് ഒരു പൗരുഷ സങ്കല്പം. നേരെ മറിച്ച് ഒരമ്മ സങ്കല്പം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കൂടി മൃദുലതയും അതുപോലെ തന്നെ ആർദ്രതയും വാത്സല്യവും സ്നേഹവും കരുതലും കനിവും എല്ലാം ചേരുന്ന കുറച്ചുകൂടി ആർദ്രമായിട്ടുള്ളൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ ഇവിടെ ആരും എതിർക്കുന്നില്ല. അത് നമ്മുടെ ഏറ്റവും മനോഹരമായ നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ ഇളം പ്രായത്തിൽ തന്നെ കടത്തിവിടുന്ന ആ സങ്കല്പം ഈ രാജ്യത്തെ സ്നേഹിക്കാനും, ഈ രാജ്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു രാജ്യമാണ്, ഒരുപാട് വേദോപനിഷത്തുകൾ ജനിച്ച രാജ്യമാണ്, ഇങ്ങനെ ഒരുപാട് പുരാണങ്ങളുടെ, ലോകം കീഴടക്കിയ ഇതിഹാസങ്ങളുടെ നാടാണ്, ഏറ്റവും മനോഹരമായ ഒരു നാടാണ്. ഇതൊക്കെ നമ്മൾ ഇളം പ്രായത്തിൽ തന്നെ ഈ ഇന്ത്യയെ സ്നേഹിക്കാൻ, ഈ ഭാരതാംബ സങ്കല്പം പോലും, ഈ ഭാരതത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ അതിന്റെ മിത്തുകളും അതിന്റെ പൗരാണിക സങ്കല്പങ്ങളും ഇതിഹാസ കാവ്യങ്ങളും ഒക്കെ ഇന്ത്യയെ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാം. അത്തരത്തിലുള്ളൊരു കാൽപ്പനിക സങ്കല്പം തന്നെയാണ്. അല്ലാതെ ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അമ്മയുണ്ടോ, അങ്ങനെ ഒരു ഭാരതാംബ എന്ന് പറയുന്നതിന് നമുക്കൊരു നിയതമായ രൂപഭാവങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു രൂപത്തിനകത്ത് ആ രൂപം എന്ന് പറയുന്നത് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ ഇന്ത്യയും ഉൾക്കൊള്ളാൻ കഴിയുന്ന കുറെ കൂടി വിശാലമായ, കുറെ കൂടി മഹനീയമായ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ ആ അമ്മ എന്താ പറയാ, ദേശീയതയുടെ ചിഹ്നങ്ങളാണ് ആ അമ്മയുടെ ഭാഗത്തുണ്ടാവേണ്ടത്. അതായത് നമ്മുടെ ദേശീയ പതാകയിലെ ചിഹ്നങ്ങൾ, ആ മൂവർണ്ണക്കൊടി ദേശീയ പതാകയും അതുപോലെ തന്നെ ഈ കാവിക്കൊടി പിടിക്കുന്നതിന് പകരം ദേശീയ പതാകയും. ആ ദേശീയ പതാകയുടെ പ്രത്യേകത എന്താ? നമ്മുടെ എന്താ പറയാ, ഏറ്റവും ഇതായിട്ടുള്ള മഹത്തായ കാര്യങ്ങളെല്ലാം ആ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അശോക സ്തംഭവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു ദേശീയ പതാക പിടിച്ചിരിക്കുന്ന ഒരു ഭാരതാംബയെ ചിത്രീകരിക്കുന്നതാണോ, അതോ ഇപ്പോൾ വളരെയേറെ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് മാത്രമായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ഒരു ഭാരതാംബയാണോ കൂടുതൽ അഭിലഷണീയം? നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ആ രാഷ്ട്രീയം മാറ്റിവെക്കുക. BJP-യുടെ രാഷ്ട്രീയവും കോൺഗ്രസിന്റെ രാഷ്ട്രീയവും മറ്റെല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചിട്ട് CPM രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ചിട്ട് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയും ഇന്ത്യ ദേശീയ സങ്കല്പങ്ങളുമാണ്. ആ സങ്കല്പത്തിൽ അശോക സ്തംഭവും ഇതൊക്കെ ഉണ്ട്. ആ മൂവർണ്ണക്കൊടി, ആ എന്താ പറയാ, അത് ആലേഖനം ചെയ്ത ആ ഒരു ത്രിവർണ്ണ പതാകയുണ്ട്. അത് പിടിച്ചിരിക്കുന്ന ഒരു ഭാരതാംബയെ എന്ന് പറയുന്ന ഒരു വിവാദങ്ങളും ഇല്ലാത്തൊരു ഭാരതാംബയാണ്. എന്തിനാണ് ആ സ്ഥാനത്തേക്ക് വിവാദങ്ങൾ? ഭാരതാംബയെങ്കിലും വെറുതെ വിട്ടുകൂടി. നമ്മൾ അല്ലെങ്കിൽ തന്നെ വലിയ വിവാദങ്ങളിലൂടെ, ഇത്തരം ചിന്തകളുടെ ഒരു സങ്കുചിത്വത്തിലൂടെ, ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസേഷനിലൂടെ പരസ്പരം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ നമ്മൾ കൂടുതൽ ഭിന്നതകളിലേക്കും അതുപോലെ സങ്കുചിത്വത്തിലേക്കും അകലങ്ങളിലേക്കും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിന്റെ അല്ലെ ഒരു ഇൻക്ലൂസീവായ രാഷ്ട്ര സങ്കല്പത്തിന്റെ സ്ഥാനത്ത് നമ്മൾ പരസ്പരം ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കൂടുതൽ അകറ്റി നിർത്തുന്ന, അവരെ കൂടുതൽ മുറിപ്പെടുത്തുന്ന, അവരുടെ മനസ്സിലേക്ക് ഭാരത സങ്കല്പം പോലും വല്ലാതെ മറ്റെന്തൊക്കെയോ ആക്കി മാറ്റുന്ന ഒരു നിലപാടെടുക്കുന്നതിന് പകരം ഭാരതാംബയെങ്കിലും നമുക്ക് വെറുതെ വിട്ടുകൂടി. ആ ഭാരതാംബയെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന, ഇത് വിവാദമാക്കുന്നത് ആരാണ്? വിവാദമാക്കാൻ കാരണമാക്കുന്ന ആരാ? ആദ്യത്തെ ചോദ്യം അതാണ്. അല്ല, അതിന് കാരണമായ കാര്യങ്ങൾ അങ്ങൊന്ന് വിശദീകരിക്കൂ. അങ്ങ് പറയുന്നത് കാവിയാണ് പ്രശ്നം, കാവിക്കൊടി എന്തിന് ഭാരതാംബയുടെ കയ്യിൽ എന്ന് ചോദിക്കുകയാണ്. ഈ കാവിക്കൊടി എന്ന് പറയുന്നത് RSS നിലവിൽ വന്നതിന് ശേഷമാണോ കാവിക്കൊടി ഉണ്ടാകുന്നത്? ഭാരതത്തിന്റെ ഒരു സന്യാസ പരമ്പര, ഈ ഭാരതം എന്നു മുതൽ നിലവിൽ വന്നോ അന്നു മുതൽ നമ്മുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കാവിക്കൊടി എന്ന് പറയുന്നത്. അതിലങ്ങേക്ക് ഒരു തർക്കവും ഉണ്ടാവില്ല. മഹാഭാരതവും രാമായണവും എല്ലാം എടുത്തു നോക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ കൃത്യമായി കാവിക്കൊടി കാണാം. അപ്പോൾ ഇത് RSSന്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം മറ്റൊന്നല്ലേ യഥാർത്ഥത്തിൽ? നീലിമ, അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ ഈ രീതിയിൽ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി പിടിപ്പിച്ചേ അടങ്ങും എന്നുള്ള വാശി എന്താ?
പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ ഈ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനമാണ്. അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വിവാദങ്ങൾക്ക് ഇടവരുത്താത്ത രീതിയിൽ പരമ്പരാഗതമായിട്ട് ഈ രാജ്യം പാലിച്ചു പോരുന്ന ഭാരതാംബ സങ്കല്പത്തെ തുറന്നാൽ പോരെ. അവിടെ ആ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി പിടിപ്പിക്കലും അവിടെ കാണിക്കുന്ന ഭൂപടത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന അഖണ്ഡ ഭാരത് ഇതൊക്കെ എത്രത്തോളം ആശാസ്യമാണ്. ഇതെല്ലാം വിഭാഗീയത വർദ്ധിപ്പിക്കാനല്ലേ സഹായിക്കുള്ളൂ. അപ്പോ ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ പുതുതായിട്ട് ഏർപ്പെടുത്തുമ്പോൾ, പുതുതായിട്ട് അത്തരം ചില കാര്യങ്ങളിൽ ശാഠ്യം പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അതിനെ അംഗീകരിക്കാത്ത, അതിനെ എതിർക്കുന്ന ആളുകൾ അത് ഈ കാവിക്കൊടി പിടിക്കുന്ന സങ്കല്പമൊക്കെ ശരിയാണ്. ഭാരതീയ സങ്കല്പവും സന്യാസി വര്യന്മാരും യതി വര്യന്മാരും ഒക്കെ കാഷായ വസ്ത്രം ധരിച്ചതും ഒക്കെ ശരി തന്നെ, നമ്മൾ ഇതെല്ലാം അംഗീകരിക്കുന്നു. അവർ കാഷായ വസ്ത്രം ധരിക്കുന്നതിനെയോ കാവ്യ വസ്ത്രം ധരിക്കുന്നതിനെയോ പീതവസ്ത്രം ധരിക്കുന്നതിനോ ഒന്നും ആരും എതിർക്കുന്നില്ല. അതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ്, അവരുടെ വിശ്വാസത്തിന്റെ ആണ്, അവർ ഫോളോ ചെയ്യുന്ന വിശ്വാസ പ്രമാണത്തിന്റെയും അവർ ഫോളോ ചെയ്യുന്ന ആ സംസ്കൃതിയുടെയൊക്കെ ഭാഗമാണ്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഗവർണർ പോലെയുള്ള ഒരു പദവിയിലെത്തുമ്പോൾ, ഇന്ത്യൻ രാഷ്ട്രപതി പോലുള്ള ഒരു പദവിയിലെത്തുമ്പോൾ, പ്രധാനമന്ത്രി പോലുള്ള ഒരു പദവിയിലെത്തുമ്പോൾ ആ പദവിയിലിരിക്കുന്നവർ ഇന്ത്യയെ പൂർണ്ണമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ഇവിടുത്തെ കാവി ഇത് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ താവഴികളും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രമാണങ്ങൾ മാത്രം അനുസരിക്കുന്നവരുടെ അല്ല. അത് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് നാനാത്വമാണ്. ആ വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ആ വൈവിധ്യങ്ങളിൽ ഭിന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്, ഭിന്ന മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ഉപജാതികളുണ്ട്, വർണ്ണങ്ങളുണ്ട്. ഇങ്ങനെ പലതരം എന്താ പറയാ പാരമ്പര്യങ്ങളുടെ ഒക്കെ ഒരു കൂട്ടായ്മയാണ് ആ മനോഹരമായ ഒരു 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 സംയുക്തമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗം മാത്രമായി വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചിത്രീകരിക്കപ്പെടാവുന്ന, അങ്ങനെ എന്താ പറയാ വേണമെങ്കിൽ ബ്രാൻഡ് ചെയ്യാവുന്ന ഒരു കാവിക്കൊടി എടുത്ത് ഭാരതാംബയുടെ അതായത് വേണമെങ്കിൽ ബ്രാൻഡ് ചെയ്യപ്പെടാവുന്ന ഒരു കാവിക്കൊടി. അപ്പോൾ കാവിക്കൊടിയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. രാജ്ഭവനിൽ എന്താകണം എന്ന് നിശ്ചയിക്കുന്നത് ഗവർണറാണ്. രാജ്ഭവന് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ? ശ്രീ ജോർജ് പുളിപ്പാറ, ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇതാണ് പ്രശ്നം ഉയർത്തിവിട്ടിരിക്കുന്നത്. കാവിക്കൊടിയാണ് പ്രശ്നം. അപ്പോൾ ഇത് ഹൈന്ദവവൽക്കരിക്കുന്നു രാജ്ഭവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വലിയ ചർച്ച നടത്തുന്നതിന് പിന്നിൽ വലിയ കൃത്യമായ സങ്കുചിത രാഷ്ട്രീയമുണ്ട്. ഇതെന്താണെന്ന് നമ്മൾ കാണുന്നതാണ്. ഈ ഏതാണ്ട് ഒരു 10-15 വർഷമേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സംസ്കൃതിയെയും ഭാരതത്തിൻ്റെ അടയാളങ്ങളെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും ഒക്കെ അപഹസിക്കുകയും ഇത് RSSൻ്റേതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഈ ചിഹ്നങ്ങളെയെല്ലാം അപഹസിക്കുന്ന നിലപാട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ കൈക്കൊള്ളാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇത്രയും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങേക്ക് പ്രതികരിക്കാം. വാസ്തവത്തിൽ ജോർജ് പൊടിപ്പാറയെ പോലുള്ള ആളുകൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം കുറച്ചൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു നാഷണലിസ്റ്റാണ് അദ്ദേഹം. ഒരു കാര്യം പറഞ്ഞു, അത് ത്രിവർണ്ണ പതാക ആയിരുന്നുവെങ്കിൽ കുഴപ്പമില്ല, ആ കാവിക്കൊടിയാണ് കുഴപ്പം. അത് ജോർജ് പാറയ്ക്ക് അറിയാതെ പറഞ്ഞതാണോ അറിഞ്ഞു പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഗവർണറുടെ ഓഫീസിൽ നിന്ന് ത്രിവർണ്ണ പതാക വെച്ചുകൊണ്ടുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം കൃഷി വകുപ്പിൻ്റെ കയ്യിൽ കൊടുത്തതാണല്ലോ. ഇങ്ങനെയാണോ വേണ്ടത്? എന്നാൽ ഇങ്ങനെ ചെയ്തോളൂ, നിങ്ങൾ ഈ രീതിയിൽ അത് അലങ്കരിച്ചോളൂ, വിരോധമില്ല. ഭാരതം എന്ന് പറയുന്നത് മാതാവായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. മാതാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവത എന്നൊക്കെ പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ മാത്രമാണെങ്കിൽ നീതി ദേവത എന്ന് സുപ്രീം കോടതിയിൽ പറയുന്നതിനെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരില്ലേ? അപ്പോൾ വാസ്തവത്തിൽ കൊടിയല്ല പ്രശ്നം. കൊടിയാണ് പ്രശ്നമെങ്കിൽ അവിടെ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ടുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടുത്തെ മന്ത്രിമാരോട് പറഞ്ഞതാണ് സർ. അതിനെപ്പറ്റി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനവും വന്നതാണ്. അവിടെ ത്രിവർണ്ണ പതാക അല്ല പ്രശ്നം, അവിടെ കാവ്യ പതാക അല്ല പ്രശ്നം, അവിടെ ഭാരതത്തിൻ്റെ ആ ഒരു ചിത്രമേ പാടില്ല, ഭാരതമെന്ന സങ്കല്പമേ പാടില്ല. പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് 4 വോട്ട് നേടാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ ശിവൻകുട്ടി കാട്ടിയിട്ടുള്ള വേഷം കെട്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഭാരതം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഉണ്ടായത്. അതാണ് അവരുടെ കാഴ്ചപ്പാട്. ഞാൻ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എൻ്റെ നേരെ ഉന്നയിക്കുകയുണ്ടായി. ഞാൻ ഇന്നലത്തെ ഒരു പ്രമുഖ ചാനലിലെ ചർച്ചയിൽ, ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ, CPM-ൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ P. ജയരാജനാണ് ആ ചോദ്യം ഉന്നയിച്ചത്. ജയരാജൻ്റെ ചോദ്യം എനിക്ക് വാസ്തവത്തിൽ വിഷമവും ഒപ്പം ആ ജയരാജൻ്റെ ചോദ്യത്തിൻ്റെ ഉള്ളിലുള്ള ആ രാഷ്ട്രവിരുദ്ധതയും എനിക്ക് വളരെ പ്രകടമായി വ്യക്തമായി. പക്ഷേ എനിക്ക് പറയാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ മുഴുവൻ അത് പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് ഭാരതം എന്നൊന്നുണ്ടോ, ഭാരതം എന്നൊന്നുണ്ടോ, ഒരു രാജാവിൻ്റെ കീഴിലാണോ ഭാരതം, ഒരു രാജാവിൻ്റെ കീഴിൽ ഭാരതം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഭാരത ചക്രവർത്തിയുടെ കീഴിൽ മുഴുവൻ ഭാരതം ഉണ്ടായിരുന്നതായിട്ട് ഗോപാലകൃഷ്ണന് പറയാൻ പറ്റുമോ? ഭാരതം ഒരിക്കലും ഒരു രാജാവിൻ്റെ കീഴിലായിരുന്നില്ല, അതുകൊണ്ട് ഭാരതം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഈ ചാനൽ ചർച്ചയിൽ കൂടെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഒപ്പം എൻ്റെ സഹ പാനലിസ്റ്റുകളോടും പറയാണ്, ഭാരതം ഒരു രാഷ്ട്രമാണ്, ഭാരതം ഒരു സ്റ്റേറ്റ് അല്ല. സ്റ്റേറ്റും നാഷനും രണ്ടാണ്. നാഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഗവൺമെൻറ് വേണമെന്നില്ല, ഭരണാധികാരി വേണമെന്നില്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഭരണാധികാരി. കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്റ്റേറ്റ് മാത്രമേ അറിയുള്ളൂ. എല്ലാം ഭരണാധികാരി കൈയാളുന്നതാണ് കമ്മ്യൂണിസം. ഭരണാധികാരിയാണ് അന്തിമം. കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി തന്നെ അങ്ങനെയാണ്. അതിൽ നിന്നാണല്ലോ പിന്നെ ഉട്ടോപ്യൻ സങ്കല്പത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ്, ഭാരതം ഒരു സ്റ്റേറ്റ് ആയിരുന്നില്ല, ഭാരതം ഒരു നാഷനായിരുന്നു. നാഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം സംസ്കാരമാണ്. അതുകൊണ്ട് ഭാരതം ഏതാണ്ട് 100-600 നാട്ടുരാജ്യങ്ങൾ ഭാരതത്തിൽ പരസ്പരം പോരാടുമ്പോഴും നാട്ടുരാജ്യങ്ങൾ, നിരവധി നാട്ടുരാജ്യങ്ങൾ പരസ്പരം പോരാടുന്ന സമയത്ത് ആ പോരാട്ട ഭൂമിയുടെ അരികിലൂടെ അടകിൽ നിന്ന് കട്ടക്കിലേക്ക്, കച്ചിൽ നിന്ന് കാമേശ്വരത്തേക്ക്, കന്യാകുമാരിയിൽ നിന്ന് ഹിമാലയത്തിലേക്ക് ജനങ്ങൾ സഞ്ചരിച്ചിരുന്നു തീർത്ഥയാത്രയായിട്ട്. ഹിമവാനെ നോക്കിക്കൊണ്ടാണ് കന്യാകുമാരിയിലെ കന്യകാദേവി ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു സങ്കല്പമാണ്. ദക്ഷിണേന്ത്യയിലെ തെക്കേ ഭാഗത്തെ കാലടിയിൽ നിന്നാണ് ആദിശങ്കരാചാര്യർ ഭാരതം മുഴുവനും സഞ്ചരിച്ച് 4 മഠങ്ങൾ സ്ഥാപിച്ചത്. അതാണ് ഭാരതത്തിൻ്റെ ഐക്യം, അതാണ് ഭാരതത്തിൻ്റെ ദേശീയത, അതാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം. ഇപ്പോൾ ഇസ്രയേലിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇസ്രയേലിന് എത്ര വർഷമായി അവർ സ്റ്റേറ്റായിട്ട് ഭരണം കിട്ടിയിട്ട് എത്ര വർഷമായി? ഈ കേരള നാട്ടിലും ഇസ്രയേൽ ജൂതവംശം ഉണ്ടായിരുന്നല്ലോ. ആ ജൂതവംശം അവർ ഓടിപ്പോകുന്നതിന് മുമ്പ് ഒരു പിടി മണലെടുത്തിട്ടാണ് പോയത്. അവരുടെ ആ മരണസമയത്ത്, മരിക്കുന്ന സമയത്ത് അടക്കം ചെയ്യുമ്പോൾ അവരൊരു പിടി മണൽ, അവർ ഓടിപ്പോയ ആ ഒരു പിടി മണൽ ജെറുസലേമിൻ്റെ മണലാണെന്ന് പറഞ്ഞ് അവർ ഇട്ട് കൊടുക്കും. അതൊരു കൾച്ചറാണ്, അതൊരു കൾച്ചറൽ എൻറ്റിറ്റിയാണ്. ഭാരതം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ എൻറ്റിറ്റിയാണ്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഗാന്ധാര ദേശമായിരുന്നു, ഇന്നത്തെ പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ പ്രദേശമായിരുന്നു. അങ്ങനെ ഭാരതം എന്ന് പറയുന്ന ഒരു അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പം, അതിനകത്ത് ഭരണകൂടങ്ങൾ നിരവധിയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകൾ 4 തരത്തിലുള്ള ദേശീയതകളാണ് ഭാരതത്തിലും ലോകത്തിലും ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ദേശീയതയാണ് രാജനൈതിക ദേശീയത. അതാണ് ഈ ജോർജ് പൊടിപ്പാറ അടക്കമുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ പറയുന്നത്. അതായത് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, സ്റ്റേറ്റുകൾ സംയോജിപ്പിക്കുമ്പോൾ സ്റ്റേറ്റുകളാണ് ഭാരതത്തെ സംയോജിപ്പിക്കുന്നത്, അഥവാ ഭാഷയാണ് ഭാരതത്തിൻ്റെ ദേശീയത. അതാണ് രാജനൈതിക ദേശീയത. രണ്ടാമത്തെ ദേശീയത മതദേശീയത. മതമാണ് ദേശീയതയ്ക്ക് ആധാരം, അതാണ് പാകിസ്ഥാൻ. മൂന്നാമത്തെ ദേശീയത അർത്ഥദേശീയത, കമ്പോളമാണ് ദേശീയത. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തെ 17 വിഭജിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. കാരണം 17 കമ്പോളമുണ്ട് എന്നാണ് അവർ അന്ന് പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘം അടക്കമുള്ള ഭാരതത്തിലെ സാംസ്കാരികവാദികൾ പറഞ്ഞത് സംസ്കാരമാണ്, പാരമ്പര്യമാണ് ദേശീയത. ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ജീവിത രീതികൾ, വ്യത്യസ്ത ഭരണകൂടം, പക്ഷെ നാം ഒന്നാണ്. അതുകൊണ്ടാണ് നായനാര് പോപ്പിനെ കാണാൻ പോയപ്പോൾ കൊടുത്തത് എന്ത് എന്ന് നമ്മൾ അറിയണം.
EMS ചൈനയ്ക്ക് പോയപ്പോൾ കൊടുത്തത് എന്ത് എന്ന് നമ്മൾ അറിയണം. അത് ഭാരതത്തിന്റെ പൈതൃകമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാരത പൈതൃകത്തിന്റെ നിറമാണ് കാവി. നിങ്ങൾക്ക് കാവി എന്ന് പറയുന്നത് RSS എന്ന് പറഞ്ഞ എന്താ കാര്യം? ബൻകിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിനെ ആധാരമാക്കിക്കൊണ്ട് അഭീന്ദ്രനാഥ ടാഗോറിന്റെ മരുമകനായിട്ടുള്ള അഭിനേന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരതമാതാവ് ചിത്രത്തിന്റെ വേഷം കാവ്യല്ലേ ജോർജ് പൊടിപ്പാറെ? അന്ന് RSS അന്ന് ആ രീതിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അന്ന് ഒരു വരി ഞാനിപ്പോ തീർക്കാം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലുമില്ല. ആ സമയത്ത് അഭിനേന്ദ്രനാഥ ടാഗോർ വരച്ചത് ഇതല്ലേ? സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യ സിസ്റ്റർ നിവേദിത, ഭഗിനി നിവേദിത പറഞ്ഞതും ഇത് തന്നെയല്ലേ? ഭാരതത്തിലെ മഹർഷി അരവിന്ദൻ പറഞ്ഞതും ഇത് തന്നെയല്ലേ? കാവ്യയോട് എന്തിനാ ഇങ്ങനെ അലർജി? കാവ്യയുടെ അലർജിയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതിനു പകരം പാലസ്തീന്റെ കഫാനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാവ്യയോട് അലർജി വെക്കേണ്ട കാര്യമേ ഇല്ല പൊടിപ്പാറ. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു ലാസ്റ്റ് പോയിന്റ് ഞാൻ നിർത്താം. ഇതൊരു അനാവശ്യമായ വിവാദമാണെന്ന് ഭാരതത്തെ എല്ലാവരും അംഗീകരിക്കുന്നു, ഭാരതാംബയെയും അംഗീകരിക്കുന്നു. ഭാരതാംബ എന്ന ചിത്രം, അപ്പൊ ഇവിടെ ജോർജ് പൊടിപ്പാറ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ? ഭരണഘടനയിൽ ഇല്ലാത്തത് എന്തിനാണ് കൊണ്ടുവരുന്നത്? ഭരണഘടനയിൽ വിളക്ക് കത്തിക്കാനുണ്ടോ ജോർജ് പൊടിപ്പാറ? നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ടല്ലോ, ഭരണഘടനാപരമായിട്ടും അല്ലാതെയും ഒക്കെ എല്ലാ സ്ഥലത്തും രാജ്ഭവനിലൊക്കെ വിളക്ക് കത്തിക്കാറുണ്ട്. ആ വിളക്ക് കത്തിക്കില്ലെന്ന് പറയുന്നവർ ഈ നാട്ടിലുണ്ട്. അവർക്ക് അവരുടെ അഭിപ്രായം. പക്ഷേ വിളക്ക് കത്തിക്കുന്നത് ഭരണഘടനയിലില്ല. ഒരു മിനിറ്റ് ഞാൻ തീർത്തോട്ടെ. മറ്റൊരു കാര്യം, പ്രാർത്ഥന ഭരണഘടനയിലുണ്ടോ? നിങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പ്രാർത്ഥന പരിപാടിയിലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ നാടിന്റെ പാരമ്പര്യവുമായി ചേർന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ പാരമ്പര്യത്തെ വിസ്മരിക്കേണ്ട കാര്യമില്ല. ഭാരതാംബ എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടിൽ ഒരു മതമല്ല, ഒരു മതത്തിന്റെ കാഴ്ചപ്പാടല്ല. മഹർഷി അരവിന്ദന്റെ കാഴ്ചപ്പാടാണ്, സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, അടുത്ത 50 വർഷം നിങ്ങൾ പൂജിക്കേണ്ടത് മറ്റൊരു ദൈവങ്ങളെയുമല്ല, നിങ്ങൾ പൂജിക്കേണ്ടത് ഭാരതാംബയെയാണ് എന്നല്ലേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തിനാണെന്ന് ഇങ്ങനെ ചെറുതാവുന്നത്? മന്ത്രി ശിവൻകുട്ടി നിയമസഭയെ കാട്ടിയിട്ടുള്ള വേഷം കെട്ടൊക്കെ നമുക്കറിയാം. മന്ത്രി ശിവൻകുട്ടിക്ക് ഇതിനെക്കുറിച്ച് ABCD വിവരമില്ല. പക്ഷേ മന്ത്രി ശിവൻകുട്ടി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടട്ടെ എന്ന് വെച്ച് ചെയ്തതാ. പക്ഷെ നാം അനാവശ്യമായ ഒരു വിവാദമാണ് ഉണ്ടാക്കുന്നത്. ഭാരതം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. CPIയുടെ നേതാക്കന്മാര് ഭാരതമാതാ കി ജയ് എന്ന് വിളിച്ചല്ലോ. അതേത് ഭാരതമാതാവാ? നിങ്ങൾ ത്രിവർണ്ണ പതാക വെച്ചോന്ന്, കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാക വെച്ചോ, എന്താ വിരോധം? ഭാരതാംബയുടെ ചിത്രം ഫ്ലെക്സിൽ അച്ചടിക്കുകയും ചെയ്തു. പക്ഷേ അത് നേതൃത്വം ഇടപെട്ട് അത് മാറ്റുകയും ചെയ്തു. ഏതായാലും ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം CPIയിൽ നിന്ന് ഉണ്ടായി. ഇടതുപക്ഷ നിരീക്ഷകൻ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. റെജി ലൂക്കോസ്, ഇപ്പോൾ BJPയുടെ പ്രതിനിധി വളരെ കൃത്യമായി ഭാരതാംബ എന്താണെന്നും ഈ സങ്കല്പം ഭാരതത്തിൽ എങ്ങനെ വന്നുവെന്നും ഇത് 1947 ശേഷം മാത്രമല്ല ഭാരതാംബ എന്ന സങ്കല്പം ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ ഒരു വരച്ചുകാട്ടൽ നടത്തി. അങ്ങ് അല്പം താമസിച്ചാണ് ഈ ചർച്ചയിലെത്തിയത്. ഇത് അനാവശ്യമായ ഒരു വിവാദം സൃഷ്ടിക്കുകയാണ് ഈ രാജ്ഭവനെ കേന്ദ്രമാക്കിക്കൊണ്ട് എന്നാണ് BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. താങ്കളുടെ മറുപടി? നീലം ആക്ച്വലി അനാവശ്യമായ വിവാദം മാത്രമല്ല, ഭരണഘടനയുമായിട്ട് കൂറും സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ഒരു ഗവർണർ ഈ രാജ്യത്തിനെ ഒരു കാവ്യ രാജ്യമായിട്ട് ചിത്രീകരിക്കാനായിട്ട്, അതും കുട്ടികളുടെ മുമ്പിൽ വെച്ച് പിന്നെ എന്താ പറയുക, കാവ്യ ഉടുപ്പിച്ച ഭാരതാംബയുടെ ഒരു ചിത്രം, ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ കാവ്യസാരിയും കാവ്യക്കുടിയൊക്കെ ഇട്ട് ഇന്ത്യയുടെ ഭരണഘടനാപരമായിട്ടുള്ള എന്താ പറയുക നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്ത രീതിയിൽ കുട്ടികളുടെ മനസ്സിൽ ഈ രാജ്യം ഭാവിയിൽ അവർ വളർന്നു വരുമ്പോൾ ഇതൊരു കാവ്യരാജ്യമാണ്, ഹിന്ദുത്വ സന്ദേശമാണ് ഈ രാജ്യം നൽകുന്നത് എന്നുള്ള ഒരു വികൃതമായ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഗവർണർ ചെയ്ത്. അങ്ങേറ്റം തെറ്റാ അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന് വിമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഭാരതാംബ എന്ന് പറയുന്നത് ഇവരുടെ കണ്ടുപിടുത്തല്ലെന്നുള്ള ഞാനും അംഗീകരിക്കുന്നത്. 1888 അത് ചാറ്റർ എന്ന് പറയുന്ന വ്യക്തി അതിനെക്കുറിച്ച് വരയ്ക്കുന്നത്. പിന്നെ പറഞ്ഞത് വരച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ രാജാ രവിവർമ്മ വരച്ചിട്ടുണ്ട്. അതിനൊക്കെ മുമ്പ് രാജ്യത്ത് ഉയർന്നു കണ്ട് വേറൊരു ശബ്ദമുണ്ട്, ഭാരതമാതാ കി ജയ്. ഈ ഭാരതമാതാ കി ജയും ഈ RSSകാരുടെ BJPക്കാരുടെ സ്വന്തമല്ല. RSS ഈ രാജ്യത്തുണ്ടാകുന്ന 1927 100-ാം വർഷമാണ്.
അപ്പൊ അതുകൊണ്ട് ഭാരതമാതാ കീ ജയ് വിളിച്ചതൊരു ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്വാതന്ത്ര്യ സമര സേനായി അസീസ് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. അപ്പൊ ഈ രാജ്യത്തിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഇവിടെ ഹൈന്ദവ സംസ്കാരത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്താ തെറ്റിരിക്കുന്നത്? ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് ഈ ഭാരതമായിട്ട് ഇണങ്ങിച്ചേർന്ന സംസ്കാരം. പക്ഷെ ഹിന്ദുത്വ സംസ്കാരം, ഹിന്ദുത്വ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ രാജ്യത്തെ ഏതെല്ലാം മതങ്ങളുണ്ട്, ഇത്രയധികം വൈവിധ്യമായ മതങ്ങളും സങ്കല്പങ്ങളും ആചാരങ്ങളുള്ള രാജ്യം ഈ ഭൂമിയിലുള്ളിലുണ്ടോ? അത് അവിടെ അതിന്റെ യൂണിറ്റിയാണ് നമ്മൾ, ആ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ യൂണിറ്റി ആയിട്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അവിടെ വളരെ തന്ത്രപരമായിട്ട് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഒരു ദണ്ട് കൊണ്ടുവച്ചു, ചെങ്കോല്. അവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നാളുകളിൽ ഭാവിയിലേക്ക് വരുമ്പോൾ ഈ രാജ്യം ഇതിൻ്റെതായ രീതിയിലുള്ള രാജ്യമാണ്. ഈ രാജ്യത്തെ രാജ്യമാക്കി മാറ്റിയതും ഈ സങ്കല്പമാണെന്നുള്ള ഒരു രീതിയിലുള്ള ഭാവിയിലേക്കുള്ള ഒരു ചിത്രീകരണമല്ലേ ഇതിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇതാണോ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്? ഇന്ത്യയിൽ 666 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ ആയത്, ഇന്ത്യയുടെ യൂണിറ്റ് ഒന്നിച്ച് ഇന്ത്യ എന്ന സങ്കല്പം, ഭാരതം എന്ന യഥാർത്ഥ ഭൂപടം ഉണ്ടായത് അപ്പോൾ 1947 ശേഷമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അതിനു മുമ്പ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ ബൃഹത്തായ രാജ്യം എന്ന സങ്കല്പത്തിനുള്ളിലായിരുന്നു. പക്ഷിപുര കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ പോലും അതെനിക്ക് തോന്നുന്നു ബുദ്ധിശൂന്യത കാണിച്ചു തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭാരതാംബയെ ആരും ആക്ഷേപിക്കുന്നില്ല. ഭാരതമാതാ കീ ജയ് എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരമാണ്. ഞാൻ വിദേശത്ത് ജീവിച്ച ഒരാളാണ്. നമ്മളൊക്കെ വെളിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തെ ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ അഭിമാനത്തിലൂടെ നമ്മളൊരു പ്രൗഡായിട്ടാണ് എവിടെ അവതരിപ്പിക്കുന്നത്. അത്ര മനോഹരമായ രാജ്യം. പക്ഷെ അത് ഇവരുടെ കുത്തക എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നേ? സ്വാതന്ത്ര്യ സമരം ചരിത്രം RSSന്റെ കുത്തക എന്ന് പറഞ്ഞിട്ടുണ്ടോ? RSS അല്ല, ഞാൻ ആരോപിക്കുമോ? അവർ RSS അവരുടെ കുത്തിയാന്ന് രാജ്ഭവനിൽ എന്താണ് വർഗീയത? അതൊന്ന് പറഞ്ഞു തരൂ. രാജ്ഭവനിൽ എന്താണ് വർഗീയത? അവിടുത്തെ ഭാരതാംബയുടെ കയ്യിൽ ഒരു കാവിക്കൊടി ഉള്ളതാണോ താങ്കളുടെ പ്രശ്നം, അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രശ്നം? ഞാൻ പ്രതിനിധിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രശ്നം മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യങ്ങളും അഭിമാനത്തോടെ ഈ രാജ്യത്തെ കിടന്ന ഓരോ വ്യക്തിയും പ്രശ്നമാണ്. കാവ്യവൽക്കരണത്തിലുള്ള ഈ രാജ്യത്തെ ഈ സർക്കാർ നടത്തുന്ന നടപടികൾക്കെതിരെ ഈ ഗവൺമെന്റ് ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കാൻ പറ്റുന്നില്ല. ചരിത്രം അതാണ്. ഇന്ത്യ ഭരണഘടന പറയുന്നത് എന്താ? ഇപ്പൊ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണം പറയാം. കഴിഞ്ഞ കേവലം 4 മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ഗവർണർക്കെതിരെ, തമിഴ്നാട് സർക്കാരിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സഭനെ, ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ട് ഭരണം നടത്തുന്ന ഒരു സർക്കാരിനെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും ആവശ്യമായ ബില്ലുകൾ പാസ്സാക്കാതെ കൊണ്ട് അതിൽ വർഷങ്ങളോട് അടയിരിക്കുകയും ചെയ്ത ജനാധിപത്യ വിരുദ്ധരായ ഗവർണറെ കുറിച്ച് സുപ്രീം കോടതിയെ കേസ് കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞ നിർവചനം എന്താ? 6ാം തവണയാണ് ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗവർണർമാർക്കെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുന്നത്. മന്ത്രിസഭയുടെ ഉപദേശം കേൾക്കാത്തത്, ഭരണഘടനയ്ക്ക് വിധേയമാകാത്ത ഒരു രാഷ്ട്രപതിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ആയ ഗവർണർക്കെതിരെ 6ാമത്തെ തവണയാണ് ഈ രാജ്യത്തെ പരമോന്നത കോടതി വിമർശനം ഉയർത്തുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ രാജ്ഭവനിലെ ഭാരതാംബയെ കുറിച്ച് വലിയ വിവാദം ഇപ്പോൾ അങ്ങനെ കൊഴുക്കുകയാണല്ലോ. അങ്ങനെയെങ്കിൽ പല പ്രശ്നങ്ങളിലും രാജ്ഭവനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ ഈ സർക്കാരിന് ഇത്തരത്തിൽ ഭാരതാംബ വിവാദത്തിൽ ഒന്ന് കോടതിയിൽ പോകാൻ ധൈര്യമുണ്ടോ? കോടതിയിൽ പോകാൻ പറ്റുമോ ഈ വിഷയത്തിൽ? സുപ്രീം കോടതി വരെ ആരിഫ് മുഹമ്മദിനെതിരെ നിയമ നടപടിക്ക് പോയിട്ടുള്ള ഒരു ഗവൺമെന്റിന് ഈ ഇതിനെതിരെ കോടതി പോകാൻ ധൈര്യമുണ്ടെന്നൊക്കെ നീലിമ വെല്ലുവിളിക്കുന്നത് അത് ഇടതുപക്ഷക്കാരെയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതിന്റെ നേരിലുള്ള ഒരു അല്ല എങ്കിൽ അതല്ലേ പറയേണ്ടത്. ഞങ്ങൾ ഈ രാജ്ഭവന്റെ ഈ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുന്നു എന്ന് പറയുകയല്ലേ വേണ്ടത്? അതെന്തുകൊണ്ടാണ് പറയാത്തത്? അവിടെ സുപ്രീം കോടതിയിൽ ഈ ദേവതാ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെയും ഈ ഇടത് വലത് മുന്നണികളുടെ ഒരു പ്രശ്നം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു വിഷയം. ഒപ്പം കാവിക്കൊടിയും. കാവി എന്ന് പറയുന്നത് നമ്മുടെ ഭാരത സംസ്കൃതിയുമായി എത്രയോ നൂറ്റാണ്ടുകൾ, ആയിരങ്ങൾ നീണ്ടു നിൽക്കുന്ന, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അഭേദ്യമായ ബന്ധമുണ്ട് കാവി എന്ന് പറയുന്ന ആ കളറിന്. ഇവിടെ സന്യാസ പരമ്പര, ഇവിടെ മഹാഭാരതവും രാമായണവും എടുത്തു നോക്കൂ, അവിടെയെല്ലാം നമുക്ക് കാണാനാകുന്നത് ഈ കാവ്യവർണ്ണമാണ്. അതിപ്പോൾ RSSന്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ രാജ്ഭവനെതിരെ നിശിതമായ വിമർശനം തെരുവിൽ പോലും അലയടിക്കുന്നത്. ഈ ഗവർണർക്കെതിരെ കൊലവിളിയുമായി ഇവിടെ യുവജന സംഘടന ഇറങ്ങുന്നു, വിദ്യാർത്ഥി സംഘടന ഇറങ്ങുന്നു. പക്ഷേ കാവി എന്ന് പറയുന്നത് എന്തിനാണ് RSSന്റെ മാത്രം തലയിൽ കെട്ടിവെക്കുന്നത്?
അത് RSSന്റെ ആണോ? മറുപടി പറയാമോ? തീർച്ചയായും. അല്ല, സന്യാസി ശ്രേഷ്ഠന്മാരുടെ വസ്ത്രത്തേക്ക് കാവ്യ വസ്ത്രങ്ങൾ കൊടുക്കുന്നത് ഈ പറയുന്ന സന്യാസിമാര് മാത്രമാണെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ അറിവ്? ഞാൻ ഇന്ത്യയിലെ സിക്കിം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിശദമായിട്ട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. അതാണ് പറയുന്നത്, നിങ്ങളുടെ സങ്കല്പങ്ങളിലെ വൈകല്യങ്ങളാണ് നിങ്ങളിപ്പോ എന്നോടുള്ള ചോദ്യങ്ങളായിട്ട് ഞാൻ നിലവെ പിൻ പോയിന്റ് ചെയ്ത് വിമർശിക്കുകയല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത, ഇന്ത്യക്ക് ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് മുമ്പിൽ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ ഒരു പ്രതീകമാണ്. ലോകത്തെ 4 അറിയപ്പെടുന്ന സംസ്കാരങ്ങളിൽ ഒന്ന് ഇന്ത്യയിലാണ്. ആരാ നിഷേധിക്കുന്നത്? ആ സംസ്കാരത്തെ നിങ്ങൾ റെജി ലൂക്കോസ്, നമ്മുടെ ചരിത്രത്തിലുണ്ട്, ചരിത്രത്തിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളില്ലേ? 1931 പതാക സമിതി ചേരുമ്പോൾ അവിടെ മൗലാന അബ്ദുൽ കലാം ആസാദ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് കാവി കളറിൽ ചർക്ക വെച്ചുകൊണ്ട് നമുക്ക് ദേശീയ പതാക അവതരിപ്പിക്കാമെന്നാണ്. പിന്നീട് അത് തിരങ്കയിലൊക്കെ വരുന്നു. അപ്പോൾ 1930 കാവിയോട് ഒരു വിരോധവുമില്ല. അന്ന് ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഗാന്ധിയുണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ള, അതുപോലെ വല്ലഭഭായ് പട്ടേൽ അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഈ പതാക സമിതിയിൽ ഇരുന്നു കൊണ്ട് ഈ കാവിയിൽ ചർക്കയുടെ രൂപം വെച്ചുകൊണ്ട് ദേശീയ പതാക പുറത്തിറക്കാം എന്ന് ഉള്ള നിർദ്ദേശം പോലും പുറത്തു വരികയാണ്. അപ്പോൾ എന്ന് മുതലാണ് നിങ്ങൾക്ക് ഈ കാവിയോട് ഇത്ര വലിയ അസഹിഷ്ണുത പടർന്നത്? ഞാനൊരു വാചകം പറയും, പിന്നെ ഒരു 5 മിനിറ്റ് പ്രഭാഷണമാണ് നീലിമ. ഇങ്ങനെയാണ് പിന്നെ നമ്മളതിനെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നമ്മൾ പറയുന്ന കേൾക്കാനായിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്? അതോ നിങ്ങൾ RSSകാർ മാത്രം പറഞ്ഞ കേൾക്കാനാണ് ഇരിക്കണത്? എനിക്ക് മനസ്സിലാകുന്ന കാര്യമില്ല. ഒരു വാചകം തുടങ്ങുമ്പോഴേ നിങ്ങൾ വീണ്ടും 6-7 മിനിറ്റ് നേരത്തേക്ക് ഒരു പ്രഭാഷണം. അല്ല, അതല്ലേ കാവ്യയെ കുറിച്ച് പറയുന്നത് കൊണ്ട് പറഞ്ഞതാണ്. വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെയാണെന്നൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരായിട്ട് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കൂ. അതല്ല അതിന്റെ ശരിയെന്ന്. ശരി, താങ്കളുടെ നിലപാട് പറയൂ. ഞാൻ ഇക്കാര്യം പറഞ്ഞു, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഇടതുപക്ഷത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി കോടതിയെ സമീപിച്ചുകൂടെ? നിങ്ങൾ അജണ്ട ഇപ്പൊ തന്നെ വെളിയിലായില്ലേ? നിങ്ങൾക്ക് ജനാധിപത്യ ബോധം തെല്ലുമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കും മറുപടി പറയുന്ന ആളെ കൂടെ സംസാരിപ്പിക്കാതിരിക്കുന്നത്. അത് തന്നെ നിങ്ങളുടെ പ്രശ്നം. താങ്കൾ പറയൂ, താങ്കൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരുന്നല്ലോ. ഇത് തന്നെ നിങ്ങളുടെ അസഹിഷ്ണുത. ഇതാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ കാവ്യ പ്രശ്നം ഇത് തന്നെയാ. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഒരാളെ പിടിച്ചിരുത്തി ചർച്ച ചെയ്യുമ്പോൾ അയക്ക് പറയാനുള്ള ഭാഗങ്ങൾ കേൾക്കണം. അതിൽ നിയന്ത്രണം വിട്ടു പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ത്യക്ക് പാരമ്പര്യമായിട്ട് ഒരുപാട് നല്ല സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴേ, ഞാനത് അംഗീകരിച്ചപ്പോഴേ നിങ്ങൾ വേറെ എന്തൊക്കെയോ ചരിത്രങ്ങൾ പറഞ്ഞോണ്ട് വരുന്നു. അങ്ങനെയല്ല ഒരു ചർച്ചയിൽ പറയേണ്ടത്. എനിക്ക് പറയാനുള്ള ഭാഗം ഞാൻ പറയും, അത് കേൾക്കാൻ സഹിഷ്ണുണ്ട്. ചർച്ചയ്ക്ക് വിളിച്ചാൽ മതി. ദാറ്റ്സ് മൈ സിമ്പിൾ ആൻസർ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് താങ്കളുടെ വാദം പൂർത്തിയാക്കൂ. അല്ലെ, എന്റെ വാദം എങ്ങനെ പൂർത്തിയിരിക്കുന്ന? നീലിമ സമ്മതിക്കുന്നില്ലല്ലോ. ഒരു ഡിബേറ്റിന്റേതായ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കുന്നുണ്ടോ? അല്ല ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ചില കാര്യങ്ങളാണ് ചോദിച്ചത്. നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചോദിച്ചത്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് തെറ്റിദ്ധരിക്കല്ലേ? അല്ലല്ല, ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോ തന്നെ ആ ചോദ്യം മനസ്സിലായി. ഇന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. പിന്നെ ഇതിങ്ങനെ ആവർത്തി ചോദിച്ചപ്പോ ഇത് തടയാൻ വേണ്ടിയിട്ടില്ലേ? 10,000-കണക്കിന് ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഈ ഇന്ത്യ. ലോകത്തിന്റെ മഹത്തായ സംസ്കാരമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിനാ ഞാനൊരു വാക്ക് ഉപയോഗിച്ചത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ലോകത്തിന് കൊടുക്കുന്ന സനാതന ധർമ്മം, ലോകത്തിന് അതായത് നാനാത്വത്തിലെ ഏകത്വം. കനിമൊഴി എന്ന് പറയുന്നത് നമ്മുടെ MP ഫ്രാൻസിൽ ചെന്നൊരു ചോദ്യം ചോദിച്ചു. ഫ്രാൻസിലെ ഒരു കൂത്തിക്കാരനായ ഒരു പത്രപ്രവർത്തകൻ എന്താ ചോദിച്ചേ, നിങ്ങളുടെ മാതൃഭാഷ എന്താണെന്ന് ചോദിച്ചു. കനിമൊഴി കൊടുത്ത മറുപടി എന്താ അറിയോ? ഇതേ മറുപടി പറഞ്ഞ് നാനാത്വത്തിൽ ഏകത്വമാണ് എന്ന് പറഞ്ഞു. അതാണ് ഈ ഓരോ ഇന്ത്യക്കാരനും, കേരളത്തിലിരിക്കുന്ന റെജി ലൂക്കോസും നീലിമയും അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്ന പലരും സിഖ് മതക്കാരൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കളറ്, അവരുടെ നിറം, അത് ഇന്ത്യയുടെ നിറമാന്ന് പറയാനായിട്ട് ഈ സ്വാതന്ത്ര്യ ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? അങ്ങനെയാണ് ഞാനിന്ന് ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടനയോട് നിങ്ങൾക്ക് വിധേയത്വമുണ്ടോ? ഇന്ത്യൻ ഭരണഘടന എന്താ എഴുതിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 162, 161 ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കെ. ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ട് നിറം ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യക്ക് ഒരു പതാകയുണ്ട്, ത്രിവർണ്ണ പതാക. അതിൽ കാവിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സിഖ് മതം, ക്രിസ്തു മതം, മുസ്ലിം മതം, ഇവരുടെ എല്ലാം നിറങ്ങൾ നിങ്ങൾ പിടിച്ചാൽ അംഗീകരിക്കുവോ? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത് ആരാ? ബഹുമാനപ്പെട്ട ഗവർണറാ. ഗവർണർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താ? അത് കേൾക്കാൻ മണിക്കുള്ളൂ. വിദ്യാർത്ഥികളെ മുന്നിലിരുത്തിക്കൊണ്ട് കാവ്യവൽക്കരണമാണ് ഇന്ത്യയുടെ പോളിസി. കാവ്യാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിറം. ഹിന്ദുത്വമാണ് അധിഷ്ഠിതമാണ് ഈ രാജ്യം ചരിത്രാതീത കാലം മുതൽ.
അവരുടെ ബ്രെയിനിൽ കയറിയ ഒരു പ്രായമാകുമ്പോഴും ഈ രാജ്യം ഏതാണെന്നുള്ളതല്ലേ അവർ ചിന്തിക്കത്തുള്ളൂ. അത് ശരിയാണോ? നിങ്ങൾ പറയും. ഈ പറയുന്ന ഒരു കാര്യത്തിലും ഈ കാവ്യ നടത്തിന് പോലും ഇവർക്ക് അവകാശപ്പെടാനുണ്ടാകുന്നില്ല. ഇവരുടെ ഞാൻ പറഞ്ഞ 100 വർഷത്തെ ചരിത്രമുള്ള RSS ഇന്ത്യയിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റ കൊടുത്തുകൊണ്ട് ഷൂ നക്കി മാപ്പള്ളി കൊടുത്ത ചരിത്രമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. അത് വിമർശിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുതപ്പെടുന്നത്? അല്ല, അതൊക്കെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീ റെജി ലൂക്കോസ് ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അതിനൊരു മറുപടി പറഞ്ഞു പോകണം. സവർക്കറെ അധിക്ഷേപിക്കുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല ഇടതുപക്ഷം. വളരെ കൃത്യമായി ചരിത്രപരമായ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് സവർക്കറെ ഇപ്പോഴും ആക്ഷേപിക്കുന്ന ഈ ഇടത് സമീപനം ഇങ്ങനെ തുടരുന്നത്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കോൺഗ്രസിനടക്കം ഇന്ദിരാഗാന്ധി അടക്കം സവർക്കറോട് എടുത്ത നിലപാട് എന്താണെന്നുള്ളത് പലവട്ടം ചർച്ചയ്ക്ക് വന്നതാണ്. ഇപ്പോഴും സവർക്കറെ ഷൂനക്കി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അർത്ഥമുണ്ടോ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വലിച്ചെടുക്കട്ടെ. സവർക്കറുടെ പേര് അങ്ങ് പറഞ്ഞു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് തുടരാം. എൻ്റെ റെജി ലൂക്കോസേ, നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ആർക്കു വേണ്ടിയാണ്, നമ്മുടെ സാധാരണ സോഷ്യൽ മീഡിയയിൽ പറയാറില്ലേ, ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ തിളയ്ക്കുന്ന സാമ്പാറാവുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ്? നിങ്ങളെന്താ പറയുന്നത്? നിങ്ങൾ രാജ്ഭവൻ മതത്തിൻ്റെ പേര് പറഞ്ഞോ? രാജ്ഭവൻ ഹിന്ദുത്വത്തിൻ്റെ പേര് പറഞ്ഞോ? ഹിന്ദുത്വം വേണമെന്ന് പറഞ്ഞോ? കാവി കളർ വേണമെന്ന് പറഞ്ഞോ? നിങ്ങൾ ഏത് ലോകത്തെ ചങ്ങാതി? നിങ്ങൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ? വല്ല വിവരവും ഈ രീതിയിൽ ചിന്തിച്ചിട്ട് വേണ്ടേ? രാജ്ഭവൻ പറഞ്ഞത് ദേശീയ പതാകയിൽ ആ ഭാരതമാതാവ് ദേശീയ പതാകയിൽ ഇരിക്കുന്ന ചിത്രം വെക്കൂ എന്ന് കൃഷിഭവനോട് പറഞ്ഞില്ലേ? ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പിനോട് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ത്രിവർണ്ണ പതാകയോട് അലർജി, നിങ്ങൾക്ക് ഭാരതമാതാവിനോട് അലർജി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തോട് അലർജി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയോട് അലർജി. റെജി ലൂക്കോസെ, സ്വതന്ത്ര ഭാരതം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നത്. ആ സ്വതന്ത്ര ഭാരതം നിലവിൽ വന്ന സമയം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇത് എന്താ പറയുക, കരിദിനം ആചരിക്കേണ്ട ദിവസമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ കഴിഞ്ഞ് ജനങ്ങൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആചരിച്ചപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് കരിദിനമായി പ്രഖ്യാപിച്ചത് ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ പേരാണ് നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കരിദിനം ആചരിച്ചവരാ. ഇനി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ രണ്ടായി വിഭജിക്കാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവും ജിന്നയും കൂടി തീരുമാനമെടുത്ത്, നെഹ്റുവും കൂടി തീരുമാനമെടുത്തപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജിന്നയെയും നെഹ്റുവിനെയും അതുപോലെ തന്നെ മൗണ്ട് ബാറ്റനെയും കണ്ടു പറഞ്ഞത് ഇന്ത്യ 17 വിഭജിക്കണമെന്നാണ്. ഇതൊക്കെ ചരിത്രമല്ലേ? നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? മാറ്റിവെക്കാം. ഇതൊന്നും അങ്ങനെയല്ല, ഗോപാലകൃഷ്ണൻ പറഞ്ഞ തെറ്റാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരാം. ഇന്ത്യയെ 17 വിഭജിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. വർക്കേഴ്സ് ഹാവ് നോ നാഷൻ. അതുകൊണ്ട് ഇന്ത്യ എന്നില്ല. 17 ഇന്ത്യ വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രചരിപ്പിച്ചവരും പറഞ്ഞവരുമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ദേശീയ പതാകയെ അംഗീകരിക്കാത്തവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ചൈനീസ് ഇന്ത്യയുടെ ഭൂപ്രദേശം കീഴടക്കിയപ്പോൾ വാ 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 എന്ന് മാടി വിളിച്ചവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ പോരാട്ടത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിനെ കരിദിനം ആചരിച്ചതിന് നിങ്ങൾ നിരോധിച്ചതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ? നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല, നിങ്ങൾക്ക് രാജ്യമെന്ന സങ്കല്പമില്ല, നിങ്ങൾക്ക് രാഷ്ട്രമെന്ന സങ്കല്പമില്ല, നിങ്ങൾക്ക് ഇന്ത്യ എന്ന സങ്കല്പമില്ല. അതുകൊണ്ട് നിങ്ങൾ വഴിപിഴച്ച രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയവരെ, ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ, ഗാന്ധിജി, ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഗാന്ധിജിയെ നിങ്ങൾ എന്താ പറഞ്ഞത്? വാർധയിലെ കള്ളദൈവമെന്ന്. ഗാന്ധി ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്ന് പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റുകളല്ലേ? വാർധയിലെ കള്ളദൈവം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നക്കി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് നിങ്ങളല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അതിൻ്റെ ബാക്കി പത്രമല്ലേ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി യങ് ഏജിൽ 25 വയസ്സിൽ ബ്രിട്ടീഷുകാരൻ തൂക്കുകയറിലേറ്റിയ
ബ്രിട്ടീഷുകാരൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട് അവൻ അനുഭവിക്കാവുന്ന മുഴുവൻ വിപ്ലവവും നേരിട്ടതിന് ശേഷം ഒരാളെ പിടിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ 25-ാമത്തെ വയസ്സിൽ അന്തമാൻ നിക്കോബാർ ദ്വീപിൽ കൊണ്ടുപോയി അതികഠിനമായ മർദ്ദനത്തിരയാക്കി ഈ നാടിനു വേണ്ടി പോരാടിയതനാ. പിണറായി വിജയൻ്റെ മകൾക്ക് പിണറായി വിജയനുമൊക്കെ ഭരണത്തിൽ നിന്ന് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി അല്ല സവർക്കർ പോയത്. ആ സവർക്കർ പോയത് ഈ നാടിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പലതും പറയാം, എനിക്ക് വിരോധവുമില്ല. ആ സവർക്കറെ രജി ലൂക്കോസെ ഞാൻ അക്കാഡമിക്കായിട്ട് നിങ്ങളോട് ചോദിക്കുക. ആ സവർക്കറെ കുറിച്ച് വിവരമുള്ള EMS നമ്പൂതിരിപ്പാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിൽ എന്താ എഴുതി വച്ചിരിക്കുന്നത്? 1980 ആ 80-ലാണല്ലോ ആ പുസ്തകം പുറത്തു വന്നത്. ഞാൻ 224 പേജ് ആ പേജ് എടുത്ത് രജി ലൂക്കോസ് വായിക്കണം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിൽ തീജ്വാലിയായി ഉയർന്ന പോരാളിയായിരുന്നു വീര സവർക്കർ എന്നാണ് EMS നമ്പൂതിരിപ്പാട് എഴുതി വെച്ചത്. നിങ്ങൾക്ക് എന്താണെന്ന് ഈ വീര സവർക്കറെ ഈ ഷൂനക്കീന്നൊക്കെ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്നത്? പാകിസ്ഥാനിലെ ചില തെരുവ് ഗുണ്ടകൾ, പാകിസ്ഥാനിലെ ചില വികൃത ജന്മങ്ങൾ, പാകിസ്ഥാൻ തലയിലെ DNA വെച്ച് നടക്കുന്ന കുറേ ആളുകൾ ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഉണ്ട്. അവർ പറയുന്നത് കേട്ട് രജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ പറയരുത്. പിന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയ പോരാട്ടം അത് ഈ ചർച്ചയിൽ ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ നടത്തിയ പോരാട്ടം എന്ത് എന്ന് ഞങ്ങൾക്ക് ധാരാളം പറയാം. ഞങ്ങളുടെ RSS സ്ഥാപിച്ച ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ കോൺഗ്രസിൻ്റെ സേവാദളിൻ്റെ ഹെഡായിരുന്നു. ഇനി ഞാനത് പറയുന്നില്ല, നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തിട്ടില്ല. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഞങ്ങൾ ഒറ്റിക്കൊടുത്തിട്ടില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഒറ്റിക്കൊടുത്തതിൽ കിട്ടിയ വെള്ളിക്കാശ് കൊണ്ടാണ് നിങ്ങളുടെ ദേശാഭിമാനി തുടങ്ങിയത്. ബ്രിട്ടീഷുകാരുടെ ഏജൻ്റ് ആയിരുന്നില്ല നിങ്ങൾ? ചരിത്ര പുസ്തകങ്ങളെല്ലാം അത് പറയുന്നില്ലേ? ഭാരതത്തെ വിഭജിച്ച്, ഭാരതത്തെ ഇല്ലാതാക്കി, ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കക്ഷി ഇന്നും കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, ചൈനയെ വളഞ്ഞിട്ടടിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം ചേർന്ന് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നിങ്ങളുടെ അമ്മായിയച്ഛൻ ഇരിക്കുന്നത് ചൈനയിലാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്മായിയച്ഛൻ. അതുകൊണ്ട് ചൈന പ്രേമമുണ്ട്. ഭാരതത്തെ നിങ്ങൾ എതിർക്കുന്നത് എന്തിന്? കാവ്യയോടാണ് നിങ്ങളുടെ വിയോജിപ്പ്. കാവ്യയോട് നിങ്ങൾ എന്തിനു വിയോജിക്കുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഗവർണർ കാവ്യ പതാക വെച്ചതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കാവ്യ പതാക മാറ്റൂ. ആ കാവ്യ പതാകയ്ക്ക് പകരം ത്രിവർണ്ണ പതാക വെച്ചാൽ, അതാണല്ലോ താങ്കൾ പറഞ്ഞത്. അംഗീകരിക്കുമോ ശിവൻകുട്ടി? അംഗീകരിക്കുമോ കൃഷി വകുപ്പ്? അംഗീകരിക്കില്ല. കാരണം സങ്കല്പമില്ല. അതിനെന്താ കാരണം? ഒരൊറ്റ പോയിന്റിൽ നിർത്താം. ഒരു പോയിന്റും കൂടി എനിക്ക് പറയാനുണ്ട്, അത് പറഞ്ഞു ഞാൻ നിർത്താം. ഒരൊറ്റ പോയിന്റ് രജി ലൂക്കോസെ, അതിന് കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾക്ക് ഇന്ത്യ എന്ന വികാരമില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഉണ്ടായെന്ന്. തെറ്റാണ്. ഇന്ത്യ ഉണ്ടായത് അനാദികാലം മുതലാണ്. മാതാവാണ് ഈ ഭാരതം എന്ന് പറഞ്ഞത് വിഷ്ണു പുരാണത്തിലാണ്, വേദത്തിലാണ്. അന്ന് തന്നെ ഭാരതമുണ്ട്. ഹിമാലയം സമാരഭ്യ യാവതന്ത് സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ആ ഹിന്ദുസ്ഥാനമാണ് ഈ ഭാരതം. അത് RSSകാരുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ അല്ല. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കൊണ്ടുവന്നത്, ഭാരത് പെട്രോളിയം കൊണ്ടുവന്നത്. പെട്രോളിയത്തിന് നാഷണലൈസ് ചെയ്തപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നും ഭാരത് പെട്രോളിയം എന്നും കൊണ്ടുവന്നത് അതാ. നിങ്ങൾക്ക് ഇന്ത്യ എന്ന വികാരമില്ല. ആ ഇന്ത്യ എന്ന വികാരമില്ലാത്തതിൻ്റെ കാരണം ഈ ഇന്ത്യയിൽ കോൺഗ്രസ് തുടങ്ങിയത് എവിടെയാ? ഇന്ത്യയിൽ. BJP തുടങ്ങിയത് എവിടെയാ? ഇന്ത്യയിൽ. കേരള കോൺഗ്രസ് തുടങ്ങിയത് എവിടെയാ? ഇന്ത്യയിൽ. ജനതാദൾ തുടങ്ങിയത് എവിടെയാ? ഇന്ത്യയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയത് എവിടെയാ? MN റോയ് താഷ്കണ്ടിലാണ്. താഷ്കണ്ടിൽ ആരെ തടഞ്ഞു നിർത്തിയിട്ടാ? രാജ്യം വേണ്ട, ഇന്ത്യ വേണ്ട, ഞങ്ങൾ ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് തുർക്കിയിലേക്ക് പോയവരെ തടഞ്ഞു നിർത്തി ഇന്ത്യ വിരുദ്ധ പാർട്ടി ഉണ്ടാക്കി. അതിൻ്റെ പേരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാത്തത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നല്ലേ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ സത്യഭക്തയെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൽ വെച്ച് തല്ലി നിങ്ങൾ പുറത്താക്കിയില്ലേ? ഇന്ത്യ എന്ന വികാരം ആദ്യം വേണം രജി ലൂക്കോസെ. പിന്നെ രജി ലൂക്കോസ് ഭാരതം എന്ന വികാരം ഈ അന്യം നിന്ന് പോകുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് തന്നെ പറയാം. ഇപ്പോൾ രാജ്ഭവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നവർ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന നീതി ദേവതയെ കൂടി അവിടെ നിന്ന് മാറ്റാൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യം കൂടി ഉയരേണ്ട ഒരു ഘട്ടമാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങ് പറഞ്ഞ് നിർത്തിയത് രാജ്ഭവൻ പോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ചില മൂല്യങ്ങൾ പുലർത്തേണ്ടതുണ്ട് എന്നാണ്.
ഇപ്പോൾ ആ വിവാദം അവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് സുപ്രീം കോടതിയിലേക്കും പാർലമെന്റിലേക്കും ഒന്ന് പോയി വരാം. നമ്മുടെ സംസ്കൃതിയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള വാക്കുകളാണ് നമ്മുടെ ഒരു മോട്ടോയായി അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. പാർലമെന്റിൽ എഴുതി വച്ചിരിക്കുന്നത് യഥോ ധർമ്മസ്തോ ജയ, സുപ്രീം കോടതിയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. സത്യമേവ ജയതേ എന്ന് പാർലമെന്റിൽ ഭാരതത്തിന്റെ മോട്ടോയായി അത് പറഞ്ഞു വെക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഒരു നീതി ദേവതയുണ്ട്, കയ്യിൽ ഒരു പുസ്തകമുണ്ട്, ഒരു കയ്യിൽ ത്രാസുണ്ട്. നമ്മൾ ആ ചിത്രത്തിലേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ നീതി ദേവതയെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതാംബയുടെ അതേ ഏതാണ്ട് രൂപം ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ദേവതാ സങ്കല്പം ഇത് ഹിന്ദു വർഗീയതയാണെന്നും ഇത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി നടക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് സുപ്രീം കോടതിയിലെ ഈ നീതി ദേവതയെയും നാളെ തമസ്കരിക്കേണ്ടി വരുമോ? അതും തള്ളിപ്പറയേണ്ടി വരുമോ? നീലിമ, ഒരു കാര്യം എന്താ പറയാ സമർത്ഥിക്കാൻ വേണ്ടി വേറെ പലതും അതിനിടയ്ക്കൂടെ കൊണ്ടുവന്ന് തള്ളിക്കരുന്ന ഒരു കാര്യം, ഇത് ഇത്രയും സങ്കീർണമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്ത്യയുടെ മനസ്സിലുള്ള ഭാരതാംബ എന്ന് പറയുന്നത് ഇങ്ങനെ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പം, അമ്മ സങ്കല്പമാണ്, ദേവതാ സങ്കല്പം അല്ല. ഭാരതാംബ എന്ന് പറയുന്ന ഭാരത ദേവത എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ഭാരതാംബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാരതാംബയ്ക്ക് ഇത്രയും ആർദ്രമായ മുഖവും അവര് ദേശീയ പതാക, ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമായ നമ്മുടെ ദേശീയ പതാക, ആ ത്രിവർണ പതാക, അത് അശോക സ്തംഭമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ആ ദേശീയ പതാക, ആ ദേശീയ പതാക ഉൾക്കൊള്ളുന്നത് അത് മാറ്റിയിട്ട് ഈ കാവിക്കൊടി പിടിപ്പിക്കണം എന്ന് എത്ര നിർബന്ധം? നമ്മളിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പൊ എത്രയായി? 47 സ്വാതന്ത്ര്യത്തിന് ശേഷം 2025 ഇപ്പൊ നമ്മള്. ആ കാലഘട്ടം മുഴുവൻ നമ്മൾ ഈ ഭാരതാംബയെ ഈ രീതിയിൽ കാവി പുതപ്പിച്ചിട്ടൊന്നും അല്ല കൊണ്ടു നടന്നിരുന്നത്. നമ്മൾ ദേശീയ പതാകയെ വന്ദിച്ചുകൊണ്ട് ഭാരത മാതാവിന് കീജയ് വിളിച്ച്, ഞാനും ഭാരതമാതാവിന് കീജയ് വിളിച്ച് തന്നെ വളർന്നിട്ടുള്ളതാണ്. നമ്മുടെ കുഞ്ഞു മനസ്സിലേക്ക് ഈ അമ്മ സങ്കല്പം തരുന്നുണ്ട്. ആ ഭാരതാംബ സങ്കല്പ, ഭാരത മാതാവ് എന്ന് പറയുന്നത് വളരെ ആർദ്രമായ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ എവിടെയും ഹിന്ദു വരുന്നില്ല, ആ സങ്കല്പത്തിൽ എവിടെയും മുസ്ലിം വരുന്നില്ല, ആ സങ്കല്പത്തിൽ എവിടെയും പാഴ്സിയും സിഖും ക്രിസ്ത്യാനിയും വരുന്നില്ല. അത് ഇന്ത്യയുടെ അമ്മയാണ്, രാജ്യത്തിന്റെ അമ്മ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ ചിത്രത്തിൽ എവിടെയാണ് ഹിന്ദു കടന്നു വരുന്നത്? അതൊന്ന് വിശദമാക്കി തരാമോ? നിങ്ങൾ വിചാരിക്കുന്ന അത്ര രാജ്ഭവനിൽ കാണുന്ന ആ ചിത്രത്തിൽ എവിടെയാണ് ഹിന്ദു പ്രതീകം കടന്നു വരുന്നത്? അതൊന്ന് പറയൂ. കാവിക്കൊടി ഈ പുതിയ കാലഘട്ടത്തിൽ നീലിമ എത്ര പറഞ്ഞാലും ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ എത്രയൊക്കെ വാദിച്ചാലും ശരി, കാവി ഒരു ബിംബമാണ്, ഒരു സങ്കല്പമാണ്. അതിനിപ്പോ ഒരൊറ്റ മുഖമേ ഉള്ളൂ, അത് RSSന്റെയും അതുപോലെ തന്നെ ഹിന്ദുത്വത്തിന്റെയും മുഖമാണ്. അതിന്റെ ആ ഒരു എന്താ പറയാ കൊടിക്കൂറയാണ്. അങ്ങനെയുള്ളൊരു കൊടിക്കൂറ ഭാരതാംബ എന്ന് പറയുന്ന മഹനീയ സങ്കല്പത്തിന്റെ കൈ പിടിച്ചിട്ട് അത് ആർഷ സംസ്കാരത്തിന്റെ പ്രതീകമാണ്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പ്രതീകമാണ്, നീതി ദേവതാ സങ്കല്പത്തിന് തുല്യമാണ്. ഇന്ത്യ ഇന്ന് വരെ ആർജിച്ചെടുത്ത ആ എന്താ പറയാ മുഴുവൻ സംസ്കൃതിയുടെയും പ്രതിരൂപമാണ്, പ്രതീകമാണെന്നൊക്കെ സ്ഥാപിക്കപ്പെടില്ല. അത് ഒരു വിഭാഗത്തിന്റെ ഇന്ന് വളർന്നു വരുന്ന ആ വിഭാഗീയതയുടെയും അതുപോലെ തന്നെ ആ സുപ്രീം കോടതിയിൽ കാണുന്ന നീതി ദേവതയുടെ ചിത്രമാണ് അത്. അതും ഭാരത സങ്കല്പത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് ആ നീതി ദേവത അവിടെ നിലകൊള്ളുന്നത്. ഇത് നീതി ദേവത എന്ന് പറഞ്ഞതുകൊണ്ട് ആ രാജ്ഭവനിലിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രവുമായി ഇതിന് സാമ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും അങ്ങനെയാണെങ്കിൽ അതിനെയും എതിർക്കണ്ടേ? ഇങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ, അതിലൊരു വിഷയമുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത്തരത്തിൽ 1936 വാരണാസിയിൽ ഭാരത് മാതാ ക്ഷേത്രം തുറക്കുകയാണ്. അവിടെ ഉദ്ഘാടനത്തിന് വരുന്നത് മഹാത്മാഗാന്ധിയുണ്ട്, അതുപോലെ ജവഹർലാൽ നെഹ്റു ഉണ്ട്. ഇതൊക്കെ ഒരു അഖണ്ഡ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അന്നൊരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ ഉണ്ടായത്. പക്ഷേ ഈ കാലം ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ അത് മറ്റു പലതിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. അതായത് നമുക്കറിയാം ഈ ദേശീയതയെയും ദേശീയ സങ്കല്പങ്ങളെയും ഇവിടെ അവഹേളിക്കപ്പെടുന്നത് ഒന്നുകിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളം മുഴങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന വിവാദങ്ങൾ എന്ന് തന്നെയല്ലേ ഇതിനെ പറയേണ്ടത്? ബോധപൂർവം തന്നെയാണ് ഈ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നതും.
ഇതുവരെ ഇല്ലാത്ത ചിലതുമായിട്ട് ഈ രാജ്ഭവൻ എന്ന് പറയുന്ന അല്ല, ഭരണഘടനാ അതിലേക്കൊന്ന് വരണം, പദവിയിൽ ഇരിക്കുന്ന ആള് അതിലേക്കൊന്ന് വരാം. ഒരു സെക്കൻഡ് ശ്രീ ഡോക്ടർ നുസ്രത്ത് ജഹാൻ, ഈ വിവാദം, ഈ ശിവൻകുട്ടി തുടങ്ങി വെച്ച ഈ വിവാദം നമുക്കൊന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാകും. നേരത്തെ തന്നെ അവിടെ ഭാരതാംബയുണ്ട്, കാവിക്കൊടി ഏന്തിയ ഭാരതാംബ തന്നെയാണ്. ആ ഭാരതാംബയെ അവിടെ നിന്ന് മാറ്റില്ല എന്ന് രാജ്ഭവൻ വളരെ കൃത്യമായ നിലപാടെടുത്തു. അപ്പോൾ ശിവൻകുട്ടി വരികയാണ്, മന്ത്രി ശിവൻകുട്ടി വരികയാണ്. അവിടെ നിലവിളക്ക് കൊടുത്തുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ അപ്രിയം തുറന്നു പറയുകയാണ്. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ്. അപ്പോൾ ആ എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിക്കുന്നതിലൂടെ തന്നെ വളരെ കൃത്യമല്ലേ ഇത്തരത്തിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ, ബോധപൂർവം വിവാദം സൃഷ്ടിക്കാൻ, അതും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇത്തരത്തിൽ പോളിംഗ് നടക്കുമ്പോൾ വളരെ കൃത്യമായ വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയല്ലേ ശിവൻകുട്ടിയുടെ ഇടപെടൽ ഉണ്ടായത്? മാത്രവുമല്ല, കൃത്യമായ ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രി അത്തരത്തിൽ ആ നീക്കം നടത്തിയത് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന സംഭവഗതികളല്ലേ പിന്നീടുണ്ടായത്? മന്ത്രി ശിവൻകുട്ടി നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് കുട്ടികൾക്കുള്ള ഒരു മനസ്സിനെ മാറ്റലാവും. ഇതെല്ലാം കാവിക്കൊടി കാണിച്ച് വർഗീയത വരുത്തുന്നെന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ മുമ്പിൽ പറയേണ്ടതും ചെയ്യേണ്ടതും തന്നെ. മുമ്പൊരിക്കലും ഒരു മന്ത്രി ഗണപതിയുടെ മിത്ത് പറഞ്ഞ ഒരു മന്ത്രി ഒരു കുട്ടികളെ മുമ്പിൽ ഉണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക്, ഞാൻ ചോദിക്കണേ, എപ്പോഴും കാണുമ്പോ മതേതരം പറയുകയും ചെയ്യും, എപ്പോ പറയുമ്പോ ഒരു ഹിന്ദു ദൈവങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോ മിത്താവണ്. അതേപോലെ ശിവൻകുട്ടി എന്നുള്ള മന്ത്രിയായ പിന്നെ ഈ നേതാവ് നിയമസഭയിൽ അകത്ത് കളിച്ചത് നമ്മൾ കണ്ടതാണ്. അതെ, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ മിക്ക ദിവസങ്ങളിലും കാണണം. അപ്പൊ പിന്നെ മര്യാദ നമ്മൾ പഠിപ്പിക്കേണ്ട നീതി വ്യവസ്ഥകൾ എന്നൊക്കെ പറയുമ്പോ അതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. പിന്നെ ഭാരതാംബ എന്നുള്ള ഒരു കളറിനാണ് പ്രശ്നമെങ്കിൽ ഓറഞ്ച് കളർ ലോകം മുഴുവനും അംഗീകരിച്ചാണ് ഓറഞ്ച് കളറിന്റെ ശക്തി. കാരണം അത് പ്രപഞ്ചത്തിന്റെ ശക്തി. അത് ഇവർക്ക് മനസ്സിലാവുണ്ടാവില്ല പറയണേ. അത് യൂസ് ചെയ്താലും അതിനെപ്പറ്റി പഠിച്ചാലും മാത്രമേ മനസ്സിലാവുള്ളൂ. സയന്റിഫിക്കലി പോലും കളറിൽ നമ്മൾ ഓരോ കളറിനുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കളർ RSS തെരഞ്ഞെടുത്ത അവരെ ബുദ്ധി, ഇവര് സംഘികൾ എന്നൊക്കെ വിളിച്ചാലും അവർക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഭാരതം എന്നുള്ള ഒരു സങ്കല്പം, ഭാരതം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു തറവാട് വീട്, ആ തറവാട് വീട്ടിൽ 5-6 ആമക്കളുണ്ടെങ്കിൽ ഓരെല്ലാം വീതിച്ച് വാങ്ങി വേറെ വേറെ വീട് വെച്ച് പോയാൽ ഒരാൾ നിൽക്കുന്ന ആ തറവാട്ടില് നമ്മളെ രാജ്യത്തിന്റെ സംസ്കാരം എന്താ? ആ തറവാട്ടിൽ നടന്ന പൂജകളും അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ അതും എല്ലാ സൽക്കാരങ്ങളും എല്ലാ കാര്യങ്ങളും ഓരോ ഐതിഹ്യത്തിൽ പോകും. അതുപോലെ തന്നെയാണ് ഭാരതം മുറിച്ചു കൊണ്ടുപോയപ്പോ അവർക്ക് ഭാരതം തന്നെയായിരുന്നു. അപ്പൊ ഭാരതം എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന നമ്മളാണ്. അതിന്റെ അപ്പുറമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനായി, താലിബാനായി, ബംഗ്ലാദേശായി ഒക്കെ പോയി. അവര് കൊണ്ടുപോകുമ്പോൾ തന്നെ അവരെ ലക്ഷ്യം അവര് നിറവേറ്റി. അപ്പൊ ഈ ഇരിക്കുന്ന ഒരു തുണ്ട് ഭൂമി ഈ ഭാരതത്തിന് അന്ന് സ്വാതന്ത്ര്യ സമര കാലം കഴിഞ്ഞ് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോ സത്യമേ ജയതേ പാർലമെന്റിന്റെ അകത്ത് വെച്ചതും ഇതിന്ന് വന്ന മഹാഭാരതത്തിൽ വന്നു. പിന്നെ ഏതോ ധർമ്മസ്ഥത ജയ്, ഇത് 13 തവണ മഹാഭാരതത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്യമാണ്. അതാണ് പിന്നെ സുപ്രീം കോടതിയിൽ വന്നത്. അപ്പൊ ഇത് ഹിന്ദു മതവും ഹിന്ദു ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഇവരെന്ന് എവിടുന്ന് പഠിച്ചു? ലോകത്തിൽ വന്ന 7 വേദങ്ങളിൽ 4 ഇവിടെ തന്നെയാ ഉണ്ടായേ. ഈ വേദങ്ങള്, ഉപനിഷത്തിൽ നിന്നാണ് ലോകം മുഴുവൻ എന്ന് പറയുന്ന തത്വമസി, നീയാണ്, നിന്റെ ഉള്ളിലാണ് ദൈവം, നീയാണ് ആ പിന്നെ ദൈവമായിട്ട് സങ്കല്പിക്കുന്നതെന്നുള്ള പറയുമ്പോ മനുഷ്യനും ബ്രഹ്മാവ് ഒന്നാണെന്നുള്ളതാണ്, ബ്രഹ്മം ഒന്നാണ്, ഒന്നിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു തത്വം പഠിപ്പിച്ച ഇവിടെ തന്നെയാണ്. അത് തന്നെയാണ് ഇന്ന് ലോകത്തെ സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാം. ഒരു ലോകത്തിൽ എവിടെയും സയന്റിസ്റ്റിനോ ഒരു മതങ്ങൾക്കോ ഈ വന്ന മതങ്ങൾക്കൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യണ ഈ മതങ്ങൾക്കൊന്നും ഒരു മനുഷ്യന്റെ ജന്മത്തിനെ പറ്റി, ജന്മം എന്ന് പറയുമ്പോൾ ഇവര് പറയണത് സയന്റിഫിക്. ഒരു മനുഷ്യൻ ജനിച്ച് ആ ആത്മാവിനെ പറ്റിയോ ആത്മാവ് എങ്ങോട്ട് പോകണമെന്ന് പറ്റിയോ ഒരാൾക്ക് പറയാൻ പറ്റിയിട്ടില്ല, ഒരു സമയത്തെ പറ്റിയോ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്താണ് ഒരു മനുഷ്യന്റെ ആത്മാവ്, എന്താണ് ശ്വാസം എന്നുള്ള ആത്മാവ്, അത് സ്വന്തം ആ ഒരു ആത്മാവിനെ പറ്റി പറഞ്ഞത് ആകെ ഈ വേദങ്ങളിലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിന്, ആഫ്രിക്കൻ സംസ്കാരം വരെ കുത്തിയൊലിച്ചു പോയി. ഇന്നിപ്പോ ഈ ഭാരതം വെച്ച് ഇത്രയും വെട്ടിക്കീറി പോയ സ്ഥലത്തുനിന്ന് ഇന്ന് റോയിറ്റേഴ്സ് പത്രം പറഞ്ഞിരിക്കുന്നത് എന്താ,
ഇറാനിൽ അവിടുത്തെ വിമതര് പോലും ഇന്ന് അവരെ കൂടെ കൂടി. വിമതര് പറയുന്ന തട്ടടണ്ട അങ്ങനെ പറയുന്ന വിമോചന പ്രസ്ഥാനങ്ങൾ ഇറക്കി പെൺകുട്ടികൾ റോട്ടിൽ ഇറങ്ങി പറഞ്ഞ ആൾക്കാര് ഇനി ഇറാൻ ഭരണകൂടത്തിന്റെ കൂടെ കൂടി ഇസ്രായേലിനെതിരായിട്ട്. ലോക ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ചു. എന്താണ് അവരെ പച്ച കളറും അവരുടെ ആ ഇസ്ലാമിസ്റ്റ് എന്നുള്ള ബ്രദർഹുഡ്. അംബേദ്കർ ഇവര് പൊക്കി പിടിക്കട്ട. അംബേദ്കർ പറഞ്ഞ എന്താ ബ്രദർഹുഡ് എന്നുള്ള അതിന്റെ അകത്ത് അടങ്ങുന്ന ഒരു ബ്രദർഹുഡാ. ആ ബ്രദർഹുഡാണ് ഇന്നിപ്പോ നമ്മൾ ഇറാനിൽ കാണുന്നത്. ലോക മുസ്ലിങ്ങൾ ഒന്നായി, ഇസ്രായേൽ ഒറ്റക്കായി. ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്തവരെ മുഴുവനും ഒരു സംഘികൾ എന്ന് വിളിക്കുമ്പോ. കാരണം ആകെ ഒരു ഇന്ത്യയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന. ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് പറയണേ വിമതര് പോലും ഒന്നായ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ മഹാരാജ്യം ചുറ്റിലും അകപ്പെട്ടിരിക്കണ ഈ പറിച്ചു കൊണ്ടുവരെ ഇതൊക്കെ സംഭവിക്കാൻ ഇസ്രായേൽ കഴിഞ്ഞ അടുത്ത പടി ഇങ്ങോട്ട് വരാണ്ടിരിക്കാനാണ് ഈ RSS പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതും ആ കാലം തൊട്ടേ നമുക്കറിയാം. ദേശസ്നേഹത്തിനെ പറ്റി. പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കൂട്ടക്കൊലപാതകം, അത് മുഴുവൻ RSSന്റെ പേര്. എല്ലാ കാലങ്ങളിലും ഇവിടെ കൊലപാതകങ്ങളും അട്ടിമറികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓരോ വികൃതമായ മനസ്സിന്റെ ഉടമകളാ. അതിനെപ്പറ്റി നമ്മൾ ജാതി പറയണ്ട പറയും. പഹൽഗാമിൽ ജാതി പറയണ്ട പറഞ്ഞു. തീവ്രവാദത്തിന് മതമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മതം അതെ. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെ എന്നൊരാളായിരുന്നെങ്കിൽ ഗാന്ധിയെ വെടിവെച്ച് കൊന്നു ഒരു ഹിന്ദുവായ ഗോഡ്സെ. എന്തിന് ഹിന്ദുന്ന് എഴുതി? അപ്പൊ ഒരു ഗോഡ്സെന്റെ പേര് എഴുതിയാൽ മതിയല്ലോ. ഹിന്ദുവായ ഗോഡ്സെ ഗാന്ധിജി ഹിന്ദു ആണല്ലോ. അപ്പൊ ഇങ്ങനെ മതം വിളിച്ച് പറഞ്ഞ് മതത്തിന്റെ വേഷം കുത്തിവെച്ചിട്ടുള്ളത് ന്യായങ്ങളാണ് താങ്കൾ പറയുന്നത്. അതെ, ഞാൻ പഠിച്ച ന്യായങ്ങളെ ഞാൻ പറയുള്ളൂ സർ. ഞാൻ പഠിച്ചത് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തില് നിങ്ങൾ എഴുതി വെച്ച ചരിത്രങ്ങൾ ഇന്ന് മാറ്റി എഴുതേണ്ടി വന്ന എന്തുകൊണ്ടാണ്? അന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് ചരിത്രം മാറ്റി. മഹാനായ അലക്സാണ്ടർ പറയുമ്പോ ബാക്കി ചക്രവർത്തിമാർ, ഇന്ത്യൻ ചക്രവർത്തിമാരെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല സർ? എന്തുകൊണ്ട് മഹാന്മാരെന്ന് വിളിച്ചിട്ടില്ല? ഒരു ഇന്ത്യൻ ചക്രവർത്തിമാരെയും നിങ്ങൾ മഹാനായിട്ട് ഒരു ചരിത്രവും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. സ്കൂളിൽ തൊട്ടേ തുടങ്ങി പഠിച്ച ആ ഒരു ഇതിൽ പോകുന്നു. അത് RSS ഉണ്ടായ അതിന് വേണ്ടിയാ. അവർ ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ, ഈ രാഷ്ട്രത്തിന്റെ കൾച്ചർ അതങ്ങ് തുറന്ന് പറയണതന്നെയാ നല്ലത്. ഞാൻ അതുകൊണ്ടാണ് അത് അനുകൂലിക്കുന്നത്. രാഷ്ട്രം സ്നേഹിക്കുക, രാഷ്ട്രത്തെ പിടിച്ചു വെക്കുക, രാഷ്ട്രം വേറൊരു മതത്തിന്റെ അണ്ടറിലാവാണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്വീകരിച്ച ഒരു രാഷ്ട്രം. പിന്നെ ബുദ്ധിസ്റ്റ് ആണെങ്കിലും സന്യാസിമാരാണെങ്കിലും ലോകത്ത് മുഴുവൻ യൂസ് ചെയ്യണം. ഇവിടുത്തെ പറയണ്ട, കാവി യൂസ് ചെയ്യുന്ന ലോകത്തിലുള്ള എല്ലാ സന്യാസികൾ അവരൊക്കെ എന്താണ്? അവരൊക്കെ ഉള്ളിൽ ദൈവത്തിനെ അവർക്ക് മതം ഉണ്ടായിട്ടല്ല, അവർക്കെല്ലാം ഒരു ആത്മാവിനെയാണ് അവർ സ്ഥാനം കാണുന്നത്. അത് നമ്മളും പഠിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് നമ്മളൊക്കെ ഇതേപോലെ ഇറാനിലിരിക്കണവരും ഗസയിൽ അയൽ രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഈ ഭാരതത്തിന്റെ മണ്ണ് നേരിടരുത് എന്നുള്ള വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടന, ആ സംഘടനയെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ ഗവർണറെ അത്തരത്തിൽ അവഹേളിക്കുന്നതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിവാദം ഉയർന്നു വരുന്ന സമയം വളരെ കൃത്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വളരെ കൃത്യമായി ഈ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തണം എന്ന നിർബന്ധ ബുദ്ധിയോടെ ഇതിൻ്റെ തലേ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുകയാണ്. പിറ്റേ ദിവസം വോട്ടെടുപ്പ് നടക്കുന്ന സമയം ഇത്തരത്തിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് വലിയ വിവാദം ഉണ്ടാകുകയാണ്. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ആ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ നടത്തിയ ബോധപൂർവമായ ശ്രമമാണ് എന്നാണ് ഉയർന്നു വരുന്ന ആരോപണം. താങ്കൾക്ക് പ്രതികരിക്കാം. അത് നിങ്ങളുടെ ആരോപണം. ഇത്രയ്ക്ക് ബാലിശമായ ആരോപണം നിങ്ങൾ മാത്രമല്ലാണ്ട് ഈ കേരളത്തിൽ വേറെ ഒരു വിഭാഗം ഉന്നയിക്കത്തില്ല. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാനായിട്ട് തലേദിവസം അന്ന് നമ്മുടെ ഗവർണറുടെ രാജ്ഭവനിൽ പോയി ഈ ഫോട്ടോകളുടെ രഹസ്യമായിട്ട് ശിവൻകുട്ടി വെക്കുകയും എന്നിട്ട് പരസ്യമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യുന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഇത് ഈ വിവാദം അവിടെ ഉണ്ടാക്കിയതാരാ? നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ പ്രക്ഷോഭണം ചെയ്യുന്നതും കേരളത്തിലെ ബുദ്ധിയുള്ള എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിലാണ് ഇതിനെതിരെയുള്ള വിവാദം കൊഴുപ്പിക്കുന്നത് ശിവൻകുട്ടി. അപ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കി കൊണ്ടുവരുമ്പോൾ അത് വളരെ കൃത്യമായി എന്തുണ്ടാകുമെന്ന് അവിടെ അറിഞ്ഞുകൊണ്ടല്ലോ, ഇത് ഇങ്ങനെ ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയല്ലേ വരുന്നത് ബോധപൂർവം. ആ ഒരു വിമർശനമാണ് ഉയർന്നത്. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു?
അല്ല നീലിമേ, അതിന് വളരെ സിമ്പിൾ അല്ലേ. ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ കുറച്ചുപേർ അവരുടെ വോട്ടുണ്ട്. അവർ മുഴുവനും കൂടി ഈ മനുഷ്യ ഇതിന്റെ പേരിൽ വോട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ പടം കൊണ്ട് മാറ്റി വെച്ചേക്കെന്ന് തീരുമാനിക്കിച്ചാൽ പോരായിരുന്നു ആ ഗവർണർക്ക്. ഭാവനയിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് ശിവൻകുട്ടി ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നത്? വാസ്തവമാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇത്തരം അജണ്ടകളാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് എന്തുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കാത്തത്? ഇവിടുത്തെ RSSനെ BJP അംഗീകരിക്കാത്തതുകൊണ്ടാണ്. ഈ ഒറ്റ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രഭുത്വ സമൂഹത്തിനോട്. ഈ ചാനലിൽ ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗോപാലകൃഷ്ണൻ വക്കീലും അതുപോലെ തന്നെ പൊളിവാർ സാറും നേരത്തെ നമ്മുടെ ബഹുമാനിയായ CPM സമ്മേളനത്തിൽ കഫിയ ധരിച്ചു വന്ന് അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത് പ്രശ്നമില്ല അല്ലേ? ഇവിടെ കാവിക്കൊടിയാണ് പ്രശ്നം. ഏതോ ഒരു രാജ്യത്ത് അവിടെ നടക്കുന്ന അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാം. അവിടെ ഹമാസ് നടത്തുന്ന ഇടപെടലുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അവിടെ കഫിയ ധരിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പുറത്ത് രാജ്ഭവനിൽ ഒരു കാവിക്കൊടി കാണുമ്പോഴാണ് പ്രശ്നം. ഈ അസഹിഷ്ണുത വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ഇവിടുത്തെ കൃത്യമായ ഹൈന്ദവ വിഭാഗത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ അവലോകന റിപ്പോർട്ട് വന്നത്. BJPയുടെ വളർച്ചയിൽ അസ്വസ്ഥതപ്പെടുന്നു, അത് കൃത്യമായി ഗൗരവമായി എടുക്കണമെന്ന് പാർട്ടി സമ്മേളനത്തിലൊക്കെ പറയുന്നത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ വേരോട്ടം ഉണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നല്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് പച്ചയ്ക്ക് വർഗീയത പറയാൻ നീലിമയ്ക്ക് എങ്ങനെ മനസ്സ് വരുന്നു? എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. വർഗീയതയല്ല സാറേ, യാഥാർത്ഥ്യം പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. സത്യം പറയുന്നവരെ സംഘികളാക്കുന്നു, വർഗീയവാദികളാക്കുന്നു. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ മൗനമായിട്ടിരുന്നു. നിങ്ങൾ എന്തൊരു സത്യം പറയണ വിഷമം തോന്നുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഇടപെടുന്നത്? നിങ്ങളിങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ വർഗീയതയോടെ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഒരു 80% വോട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് കിട്ടാത്ത? ഈ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ വർഗീയവാദികളാക്കണം. ഇവിടുത്തെ ഈ രാജ്യം ഭരിക്കുന്നത് ആരാണ് സർ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടിയത് കൊണ്ട് തന്നെയാണ് മോദി സർക്കാർ ഇപ്പോഴും കേന്ദ്ര ഭരണത്തിലിരിക്കുന്നത്. എന്റെ മേഡം, നിങ്ങൾ ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡിൽ സംസാരിക്കാൻ അനുവദിക്കുക. ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് ഹിന്ദു കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം പിന്നെ വർഗീയവാദികളാണ്. ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. നിങ്ങൾ എന്താണ് ആ സമൂഹത്തെ കുറിച്ച് ഹൈന്ദവ പാരമ്പര്യം നിങ്ങളൊന്ന് പഠിക്കേ. ഹിന്ദുത്വം എന്ന് പറഞ്ഞൊരു മതമല്ല, അതൊരു സംസ്കാരം. ഈ രാജ്യത്തിന്റെ ബേസാണ് ഹിന്ദുത്വ സംസ്കാരം എന്ന് പറയുന്നത്. അവരുടെ വിശാലമായും എന്താ പറയുക നല്ല മനസ്സും മറ്റു മതങ്ങളുടെ മനസ്സിനോട് കൂടി ഏകീകൃതമായ ഒരു സംവിധാനം ഇന്ത്യ. നിങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് എന്ത് അവകാശം അവരെ കുറിച്ച് വർഗീയത പറയാനുണ്ട്? നിങ്ങൾ ശരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ വോട്ട് ബാങ്ക് ഹൈന്ദവ വോട്ടുകൾ CPM-ൽ നിന്ന് ചോരുന്നു എന്ന് പറഞ്ഞത് CPM സമ്മേളനത്തിലാണ്. CPM-ന്റെ സമ്മേളനത്തിലാണ്. ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ CPM-ന്റെ കേഡർ വോട്ടുകളെല്ലാം എവിടെ പോയി? ആലപ്പുഴ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൃത്യമായ ഈ കാലിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് വളരെ കൃത്യമായി കണ്ടതുകൊണ്ടല്ലേ CPM സംസ്ഥാന സമ്മേളനത്തിൽ അങ്ങനെ ഒരു ഭീതി പങ്കുവെച്ചത്. ഇവിടെ RSS വളരുന്നു, BJP വളരുന്നു, കരുതിയിരിക്കണമെന്ന് പിന്നെ പറഞ്ഞത് ആ ഭീതിയിൽ നിന്ന് തന്നെയല്ലേ ശ്രീ റെജി ലൂക്കോസ്? നിങ്ങളെ പോലെ അപകടകാരികളെ പച്ച വർഗീയവാദികള് കരുതിയിരിക്കണമെന്നും കള്ളം വരുന്നതും മോഷ്ടിക്കാനായിട്ട് നിങ്ങൾ കരുതിയിരിക്കണമെന്ന് പറയുന്ന പോലെ ഞാൻ നിങ്ങളെ കള്ളനാക്കുന്നതല്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ പോലുള്ളവരെ കരുതിയിരിക്കണമെന്ന് ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ള എല്ലാ ജനാധിപത്യ ധാർമ്മിക അവകാശവും സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും വിശ്വസിച്ച എല്ലാ പാർട്ടികളും ഒരു സെക്കൻഡ്, ഞാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനിലേക്ക് ഒന്ന് പോകട്ടെ. സത്യം പറയുന്നവർ സംഘികളാക്കപ്പെടുന്ന കാലം, സത്യം പറയുന്നവരെല്ലാം സംഘികളാണ് എന്നുള്ള വളരെ കൃത്യമായ ബോധ്യം ഇപ്പോൾ റെജി ലൂക്കോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, നീലിമ ഗോപാലകൃഷ്ണൻ സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ മാഡം സംസാരിക്കുമ്പോഴും നീലിമ ഇന്റർഫിയർ ചെയ്യുന്നേ ഇല്ല. മറിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഞങ്ങളെ സംസാരിപ്പിക്കില്ല എന്ന് നീലിമയ്ക്ക് അത്തരത്തിലൊരു നിലപാടുമില്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഖണ്ഡിക്കേണ്ടതായി വരും. അത് തന്നെയാണ് അത്തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ താങ്കൾക്ക് പറയാം. ഹിന്ദു സമൂഹത്തിനെ വിളിച്ച് ഇങ്ങനെ ആക്ഷേപിക്കാൻ ഞാനിങ്ങനെ ചർച്ച ചെയ്തതിന് നീലിനോടൊപ്പം പങ്കെടുത്തിട്ടില്ല. കൂടെ ഇരിക്കുന്ന ആളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു വന്ന് ആ മാഡം പറഞ്ഞു
അത് അബദ്ധമായെന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഖ്യകളാന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവർ പറയുന്ന അബദ്ധങ്ങൾ പോലും നിങ്ങൾ ചെവി കേട്ടതില്ല. ഇപ്പൊ ഞാൻ കേട്ടോ, അതാണല്ലോ ഇസ്രായേലിനെ സംഘടിപ്പിക്കുന്ന മേഡം നിങ്ങൾ പറഞ്ഞ അവസ്ഥ, നിങ്ങൾ പറഞ്ഞത് എന്നാ ഞങ്ങൾ കേട്ടു. നിങ്ങൾ പക്ഷെ ഉദ്ദേശിച്ച് വേറെ ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളാണാ പറഞ്ഞത്. ഇസ്രായേലിനെതിരെ ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചു എന്ന് നിങ്ങൾ ആദ്യം തുടങ്ങിയപ്പോഴാ പറഞ്ഞു. ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ത്യയിലെ NDA-യുടെ ഘടകകക്ഷി ആയതുകൊണ്ട് നിങ്ങൾ നിവൃത്തികേടുകൊണ്ടോ ഒന്ന് ഇങ്ങനെ സംസാരിക്കുന്ന അതൊന്നും ഇടപെട്ടില്ലല്ലോ. റെജി ലൂക്കോസ്, ഞാൻ വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ് താങ്കളോട് ചോദിച്ചത്. കഫിയ ധരിച്ചു വരുമ്പോൾ MA ബേബി അടക്കമുള്ളവർ കഫിയ ധരിച്ചു വരുമ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പുറത്ത് ഒരു കാവിക്കൊടി കാണുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. ആ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ പറയണ ഞങ്ങൾക്ക് അഭിമാനമുള്ളൂ. മനുഷ്യൻ എവിടെ കുരുതി കൊടുക്കപ്പെട്ടാലും ആ കുരുതി കൊടുക്കപ്പെടുന്ന പാവങ്ങൾക്കൊപ്പമാണ് ഞങ്ങള്. എനിക്കൊരു സംശയം, ഞാൻ അഭിമാനത്തോടെ പറയും. എന്താ തർക്കക്കാര്യത്തിൽ നിങ്ങളെ പോലെ അത് കഴിഞ്ഞ് കൈ പിടിക്കുക കഴിക്കുന്നവരാണോ ഞങ്ങള്? ഒരിക്കലുമല്ല. റെജിലോക്കസ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നോടാണല്ലോ ചോദിച്ചത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ വികാര പ്രകടനം നടത്തിക്കോളൂ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. ശരി, ഇനി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. വാസ്തവത്തിൽ ഈ ഒരു തോട്ട്, ഈ ഒരു ചിന്ത ഈ രീതിയിൽ ഈ കേരളത്തിലും ഭാരതത്തിലും ജനങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു വൈകാരികമായ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു വിഭജനമോ ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സമീപനത്തിൻ്റെ കുഴപ്പമാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, പെഹൽഗാമിൽ പാവപ്പെട്ട ഹിന്ദുക്കളെ മതം നോക്കി കൊന്നില്ലേ? നിങ്ങൾ പ്രതികരിച്ചോ? നിങ്ങളുടെ MA ബേബി പറഞ്ഞത് എന്താ? MA ബേബി പറഞ്ഞത് ആ പഹൽഗാമിൽ പാകിസ്ഥാൻ അല്ല ചെയ്തത്, ഇന്ത്യക്കാർ തന്നെയാണ് ചെയ്തത്. അത് 370 മാറ്റിയതുകൊണ്ടാണ്. ഞാൻ സംസാരിക്കട്ടെ. മര്യാദകേട് പറയല്ലേ പ്ലീസ്. റജി, നിങ്ങൾ സംസാരിച്ചില്ലല്ലോ. ആ മര്യാദ പഹൽഗാമിലെ കൂട്ടക്കുരുതി ഒന്ന് സംസാരിക്കട്ടെ പ്ലീസ്. ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. പഹൽഗാമിലെ കൂട്ടക്കുരുതി ഉണ്ടായ സമയത്ത് പ്ലീസ് പഹൽഗാമിലെ കൂട്ടക്കുരുതി ഉണ്ടായപ്പോൾ ആദ്യം വന്ന 2 സ്റ്റേറ്റ്മെൻ്റ് ആരുടെയാണെന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ പ്രിയങ്കയുടെ ഭർത്താവ് വദ്ര. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് MA ബേബിയുടെയാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ഈ സംഭവം നടത്തിയത് 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കാശ്മീരിലെ ജനതയുടെ ഇടപെടലാണ്, അതിൻ്റെ വൈരാഗ്യമാണ് എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയണമെന്ന് കേൾക്കും നിങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഇറാനുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ സംഘർഷം വന്നപ്പോൾ ഞാനെന്തോ പറയട്ടെ, ഇസ്രയേലിൻ്റെ സംഘർഷം വന്നപ്പോൾ നിങ്ങൾ ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചു. പക്ഷെ നിങ്ങൾ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചോ? നിങ്ങൾ പാകിസ്ഥാൻ ഭീകര പ്രവർത്തനം നടത്തുന്നതിനെതിരെ ഒരക്ഷരം മിണ്ടിയോ? നിങ്ങളുടെ ഇന്നത്തെ നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, എന്താ പറഞ്ഞെന്നറിയോ? പാകിസ്ഥാൻ സമാധാന രാഷ്ട്രമാണെന്നാ പറഞ്ഞത്. എന്റെ റജി ലൂക്കോസെ, ഈ പഹൽഗാം കൂട്ടക്കുരുതിക്ക് കാരണക്കാരനായിട്ടുള്ള ആ പാകിസ്ഥാൻ ഭീകരവാദികളെ സമാധാനവാദികളായിട്ട് പ്രഖ്യാപിച്ചത് അറിയോ നിങ്ങൾ? ഇടതുപക്ഷം പാകിസ്ഥാന് സമാധാന രാഷ്ട്രമായിട്ടാണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ തെമ്മാടി രാഷ്ട്രമായിട്ട് ഇസ്രായേലിനെ പ്രഖ്യാപിച്ചു. പക്ഷെ അതേ സമയത്ത് പാകിസ്ഥാൻ ഭാരതത്തിലെ പാവങ്ങളെ വെടിവെച്ചു കൊന്ന പഹൽഗാം കൂട്ടക്കുരുതി നടത്തിയ പാകിസ്ഥാൻകാരെ നിങ്ങൾ സമാധാന രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ കാണിക്കുന്നതാണ് വാസ്തവത്തിൽ വഞ്ചന. നിങ്ങൾ കാണിക്കുന്നതാണ് മതപരമായിട്ടുള്ള ഒക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദേശീയതയെയും ദേശീയതയുടെ പ്രതീകങ്ങളെയും അവഹേളിക്കുന്നത് തുടരുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന കൃത്യമായ ചോദ്യമാണ് ജന ഡിബേറ്റ് ഉയർത്തിയത്. ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഏതാനും വോട്ടുകൾക്ക് വേണ്ടി ഭാരതാംബയെ അവഹേളിക്കുന്നു, ഭാരതത്തിനെ അവഹേളിക്കുന്നു. ഭാരതമെന്ന ഒരു സങ്കല്പത്തെ പോലും ഭാരതം സങ്കല്പമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്
1947 മുതൽ മാത്രമാണ് രാജ്യം നിലവിൽ വന്നത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന സന്ദർഭം കൂടിയാണ്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ.